ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവൻ മാത്രമല്ല, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ കൂടിയാണ്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം മാത്രമല്ല, നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഒരാൾ എന്നോട് പറഞ്ഞൊരു അനുഭവം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ദൈവം, നമുക്ക് ഒരുപാട് പ്രാർത്ഥനയുണ്ട് ഇവിടെ ഇരിക്കുന്നവർക്ക്. പക്ഷെ ദൈവം നൽകിയ അനുഗ്രഹത്തെ നമ്മൾ ഓർത്തിട്ടുണ്ടോ? ദൈവം നടത്തിയ വഴികളെ നമ്മൾ ഓർത്തിട്ടുണ്ടോ? നമ്മൾ ഒരിക്കലും ശരിക്കും നന്ദി പറയാറില്ല. കാരണം നമുക്ക് രണ്ട് കാലുമുണ്ട്. രണ്ട് കാലുമുള്ള നമുക്കറിയത്തില്ല കാലുള്ളതിന്റെ വില. ഏതെങ്കിലും ഒരു കാല് രോഗം വന്ന് മുറിച്ചു കളഞ്ഞ ഒരാളെ കാണുമ്പോഴാ നമ്മൾ അറിയുന്നത്, ദൈവമേ എന്തെല്ലാം ഇല്ലേൽ എന്താ കുഴപ്പം, എനിക്ക് ബലമുള്ള, നടക്കാൻ പറ്റുന്ന, മടക്കാൻ പറ്റുന്ന രണ്ട് കാല് എനിക്ക് ദൈവം തന്നിട്ടുണ്ടല്ലോ. നമ്മൾ ആരും അത് പറയത്തില്ല. കാരണം ഇപ്പൊ നമുക്ക് രണ്ട് കാല്, നമുക്ക് ബസ്സിന് കയറാൻ കുഴപ്പമില്ല, കാറിൽ കയറാൻ കുഴപ്പമില്ല. നമ്മൾ രണ്ട് കാലും ഇല്ലാത്തവരെ കാണുമ്പോൾ ഉറപ്പായി നമ്മൾ ദൈവമേ എന്ന് വിളിക്കും. കാരണം അന്നേരം നമ്മൾ അറിയും, ദൈവമേ രണ്ട് കാലിന്റെയും വില. നമ്മൾ എപ്പോഴെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് ശ്വാസം എടുക്കാനും വിടാനും ഓക്സിജൻ സിലിണ്ടർ വേണ്ട, നമുക്ക് ആർക്കും വേണ്ട. ഇപ്പം നമ്മൾ എപ്പോഴെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ? ദൈവമേ എനിക്കിങ്ങനെ ഒരു നല്ല ആരോഗ്യം തന്നതിന് നന്ദി. നമ്മൾ ഓരോ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴാ കാണുന്നത്, ഓരോരുത്തരുടെ അടുത്ത് അവര് മാസാമാസം 5000 10,000 രൂപ ആശുപത്രിക്കാർക്ക് കൊടുക്കുന്ന ഓക്സിജൻ സിലിണ്ടർ അവിടെ ഇരിക്കുക. അതിന്റെ സഹായത്തോടെ അവര് ശ്വാസം ഒന്ന് വലിച്ചു വിടുന്നേ. അപ്പോഴാ നമ്മൾ ഓർക്കുന്നത്, ദൈവമേ എനിക്ക് ദൈവമേ അത്രയും ആരോഗ്യം തന്നിട്ടുണ്ടല്ലോ. ശ്രദ്ധിച്ചേ, ദൈവം നടത്തിയ എല്ലാ വഴികളെയും നമ്മൾ ഓർത്തു നോക്കിക്കേ. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ നമ്മൾ നാളെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. എനിക്ക് കുറച്ചുകൂടെ പണം വേണം, കുറച്ചുകൂടെ ജോലി വേണം, പ്രമോഷൻ വേണം, വീട് വേണം. നമുക്ക് നാളെ ഇന്ന് വരെയുള്ള ദൈവത്തിന് നന്ദി പറഞ്ഞാൽ അത് ഡബിൾ അനുഗ്രഹത്തിന് കാരണമാകും. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു സഹോദരൻ, ഒരാള് മരിക്കാൻ ആഗ്രഹിച്ചു. കാരണം അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും അയാളെ ഉപേക്ഷിച്ചു പോയി. ഒരു നിസ്സാര കാര്യത്തിനാണ് ഈ പിണക്കം ഉണ്ടായത്. അങ്ങനെ അദ്ദേഹം മധ്യസ്ഥനെ വെച്ച് ഭാര്യയെ കൂട്ടിക്കൊണ്ടുവരാൻ പരിശ്രമിച്ചു. പക്ഷെ നടന്നില്ല. അങ്ങനെ അയാൾ ഇങ്ങനെ തീരുമാനിച്ചു, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, പോയി മരിച്ചേക്കാം. അങ്ങനെ തീരുമാനിച്ച സമയത്ത് അദ്ദേഹം ഒരു വണ്ടി കയറി, ബസ്സേ കയറി. അദ്ദേഹം അറിയത്തില്ലാത്തൊരു സ്ഥലത്ത് വന്നിറങ്ങി, ആരെയും പരിചയമില്ലാത്തൊരു സ്ഥലത്ത് വന്നിറങ്ങി. ട്രെയിൻ വരുമ്പോൾ അതിന് മുമ്പിൽ ചാടി മരിക്കണം എന്ന് തീരുമാനിച്ച് ട്രെയിൽ പാളത്തിലൂടെ കുറെ നടന്ന് ആളുകളൊന്നും അധികമില്ലാത്തൊരു സ്ഥലത്ത് പോയി ഇങ്ങനെ വന്നു. പല ട്രെയിനുകൾ വന്നുപോയി. പക്ഷെ അദ്ദേഹം മനസ്സുകൊണ്ട് ഒരുങ്ങി, പക്ഷെ ചാടാൻ പറ്റിയില്ല. പലപ്പോഴും ട്രെയിൻ വരുമ്പോൾ അയാൾ അതിന്റെ അടയാളം കാണുമ്പോൾ തന്നെ മരണത്തിനായിട്ട് ഒരുങ്ങും. പക്ഷെ എന്തോ അയാൾക്ക് പറ്റുന്നില്ല, എന്തോ ഒരു പേടി, മരിക്കാൻ പേടി. അപ്പോൾ അദ്ദേഹം ട്രെയിൻ തട്ടി മരിക്കുന്നില്ല. ഏതേലും വാഹനം, ഹൈവേ റോഡ്, ഇതുപോലുള്ള ഹൈവേ റോഡിൽ സൈഡിൽ നിന്ന് സ്പീഡിൽ വരുന്ന വാഹനത്തിന് മുമ്പിലേക്ക് അങ്ങ് ചാടാം. അങ്ങനെ അദ്ദേഹം അവിടുന്ന് ഒരു ഓട്ടോറിക്ഷയിൽ കയറി. അദ്ദേഹം ഇതുപോലെ ഹൈവേ റോഡിന്റെ സൈഡിൽ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ബസ് പോയി, സ്പീഡിലുള്ള കാറുകൾ, അങ്ങനെയുള്ള വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്ന സ്ഥലത്ത് വന്ന് നിന്നിട്ട് ഇദ്ദേഹത്തിനൊന്നും ചാടാൻ പറ്റുന്നില്ല ഇങ്ങോട്ട്. അങ്ങനെ അദ്ദേഹം അവിടെ ഒരു തണൽ മരത്തിന്റെ ചോട്ടിൽ അയാൾ ഇരുന്നു. അങ്ങനെ അയാൾ അവിടെ ഇരിക്കുമ്പം ആ തണൽ മരത്തിന്റെ ചോട്ടിൽ കുറച്ചു നേരം ഇരുന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ എല്ലാ വിഷമങ്ങളെ ഓർത്തപ്പം ആ മരത്തേന്ന് ഒരു പുഴു ഇറങ്ങി ഇങ്ങ് വന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ശ്രദ്ധയൊക്കെ മാറി. ആ പുഴുവിനെ നോക്കാൻ, അത് ചൊറിയം പുഴുവാണ്. ചൊറിയം പുഴുവിനാ നിങ്ങൾക്കറിയാം, അത് തൊട്ടാൽ തന്നെ ദേഹം ചൊറിയും. അതിങ്ങനെ മരത്തെ നിറങ്ങി. അപ്പോൾ ഇയാൾ ശ്രദ്ധിച്ച് ഈ പുഴു എങ്ങോട്ടാണാവോ പോകുന്നത്. അപ്പോൾ ഇയാൾ ഈ മറ്റ് ശ്രദ്ധയെല്ലാം മാറി പുഴുവിനെ നോക്കാൻ തുടങ്ങി. ഈ പുഴു മരത്തെ നിറങ്ങിയിട്ട് ഇദ്ദേഹത്തിന്റെ മുന്നിൽ കൂടെ തന്നെ എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് പോകുന്നത് ഈ ഹൈവേ റോഡിലേക്കാണ്.
അപ്പോൾ ഈ പുഴു വണ്ടി കയറി ചാകണ്ടല്ലോ എന്ന് വിചാരിച്ച ഇയാൾ ഒരു ചെറിയൊരു കമ്പും കഷ്ണം എടുത്ത് ഈ പുഴുവിനെ തിരിച്ചു വിട്ടു. ഇങ്ങോട്ട് പോ പുഴു. ഈ പുഴുവിനെ പുള്ളി കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മഹത്യ ചെയ്യാൻ വന്ന ആളാണ്, ഇപ്പോൾ പുഴുവിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പുഴുവിനെ പുള്ളി അങ്ങോട്ട് തട്ടിവിടും. കുറച്ചു ദൂരം പോയി ഈ പുഴു വീണ്ടും വളഞ്ഞേറി. അപ്പൊ ഈ പുള്ളി വിചാരിച്ചു, എന്നെ പോലെ തന്നെ നിരാശനായ ഒരു പുഴുവാണല്ലോ ഇതും. ഈ പുഴു മരത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ആത്മഹത്യ ചെയ്യാനുള്ള പോക്കാണ്. അപ്പൊ എന്റെ കാര്യവും പോയി, ഈ പുഴുവെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് ഈ പുഴുവിനെ തിരിച്ചു വിടാൻ തീരുമാനിച്ചു. ഈ പുഴു വീണ്ടും തിരിഞ്ഞ് റോട്ടിലേക്കാ പോകും. എന്നാ ഇത് പോയി ചാകട്ടെ എന്ന് വിചാരിച്ച് ഇത് പോയി വണ്ടി കയറി ചാകട്ടെ. അങ്ങനെ ഇദ്ദേഹം അവിടെ ഇരുന്ന് ഈ പുഴുവിനെ നോക്കുവാണ്. ഈ പുഴു എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് അത് റോഡിന്റെ സൈഡിൽ വരെ എത്തി. അപ്പോൾ അയാൾ മുന്നേ തന്നെ ഇങ്ങനെ ചിന്തിച്ചു, ഇത് അധികം താമസിയാതെ ഇത് വണ്ടി ചക്രം കയറി അരഞ്ഞു ചാകും എന്ന് ചിന്തിച്ചു. ഈ പുഴു റോട്ടിൽ കയറി കുറച്ച് ദൂരം അങ്ങോട്ട് എത്തിയപ്പോഴും ഇയാൾക്ക് അവിടെ ഇരിക്കുമ്പോ കാണാൻ പറ്റിയല്ലേ പുഴുവിനെ. അപ്പോൾ ഈ പുഴുവിന് എന്നാ പറ്റുമെന്ന് അറിയാൻ വേണ്ടി ഇയാൾ റോഡിന്റെ അടുത്തേക്ക് വന്ന് പുഴുവിനെ കാണുന്ന വിധത്തിൽ അവിടെ നിന്ന് വണ്ടികൾ ചീറിപ്പോവോ രണ്ട് സൈഡിലേക്കും. കുറച്ചു ദൂരം ചെന്നിട്ടും ഈ പുഴുവിന്റെ മേത്ത് കേറിയില്ല എന്ന രീതിയിൽ ഈ വണ്ടി കടന്നുപോയി. അങ്ങനെ പോകുമ്പോ ഈ പുഴു അവിടെ അനങ്ങാതിരിക്കും. ചില സമയത്ത് ഈ പുഴു അല്പം റിവേഴ്സ് അടിക്കും. എന്തായാലും ഈ പുഴു ഒറ്റ വാഹനം പോലും ഇതിന്റെ മേത്തൂടെ കയറാതെ ഈ പുഴു അപ്പുറം എത്തി. അപ്പോൾ ഇയാൾ ചിന്തിച്ച്, ഇത്രയും വണ്ടി പോകുന്ന ഈ റോട്ടിൽ ഈ പുഴു എങ്ങനെ അപ്പുറം എത്തി? അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിങ്ങനെ ചിന്തിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സംഭവത്തിലൂടെ ദൈവം അയാളോട് പറഞ്ഞു, നീ ശ്രദ്ധിച്ചോ, ഇത്രയും ചീറിപ്പായുന്ന വാഹനങ്ങളെ റോട്ടിൽ കൂടെ വരെ ആ പുഴുവിനെ വരെ സംരക്ഷിക്കാൻ കഴിവുള്ള ഒരു ദൈവം ഇവിടെയുണ്ട്. നീ എന്നാ വിചാരിച്ചത് ഇപ്പൊ അത് വണ്ടിച്ചക്രം കയറി അരഞ്ഞു പോകും, ചത്തുപോകും, അത് തീർന്ന്, അതിന്റെ കഥ തീർന്നു, ആ പുഴുവിന്റെ ആയുസ് ഇവിടം കൊണ്ട് ഇപ്പൊ 10 മിനിറ്റ് അല്ല 5 മിനിറ്റ് തീരും എന്നാ നീ വിചാരിച്ചത്. പക്ഷെ ആ പുഴുവിന്റെ മേത്ത് ഒരു ചക്രം പോലും കയറാതെ ഇതിനെ അപ്പുറത്തെത്തിക്കാൻ ദൈവത്തിന് കഴിയും. ആ പുഴുവിനെ കുറിച്ച് പോലും ദൈവത്തിന് അത്രയും കരുതലുണ്ടെങ്കിൽ നീ നിന്റെ ജീവിതത്തെ ഓർത്ത് നിരാശപ്പെടേണ്ട. അദ്ദേഹം മരിക്കാൻ പോയ ആള് ഒരു നല്ല പ്രതീക്ഷയോടെ ദൈവത്തിൽ ആശ്രയിച്ച് എനിക്ക് നന്നായി ജീവിക്കണമെന്നും പറഞ്ഞ് പുള്ളി പറയാണ്, ദൈവം നടത്തിയ വഴികളെ നമ്മൾ ഓർത്താൽ ദൈവത്തിന് എങ്ങനെ നന്ദി പറയാതിരിക്കും? പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. ദൈവം നടത്തിയ വഴികൾ അങ്ങനെ നമ്മൾ ഓർത്തു നോക്കിയേ. അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നന്ദി പറയാൻ തന്നെ ഉണ്ട്. ഇനി ശ്രദ്ധിച്ചേ, നിങ്ങളോട് ഇന്ന് ദൈവവചനത്തിലൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു നല്ല വിഷയമാണ്. ആ വിഷയം നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും. അതൊരു ദൈവവചനത്തിലൂടെയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാമത്തെ വാക്യം. ഹല്ലേലൂയ. വചനം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാമോ? ഇതാണ് വചനം. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. അടുത്ത വചനം ഇങ്ങനെയാണ്, അവർ ഓടിയാലും ക്ഷീണിക്കില്ല, അവർ നടന്നാൽ തളരുകയില്ല. ഹല്ലേലൂയ. ഈ വചനം ഒന്ന് ആത്മാവിലൊന്ന് ഏറ്റെടുത്ത് പ്രിയപ്പെട്ടവർ ശ്രദ്ധിച്ച ഒരു കാര്യം, ദൈവവചനം പറയുന്നിടത്തെല്ലാം 3 പേരുണ്ട്. 3 പേര്. ഒന്ന് ദൈവവചനം പറയുന്നയാള്, 2 കേൾക്കുന്ന നിങ്ങൾ, 3 ആ പറയുന്ന ആളിൽ നിന്ന് വരുന്ന ദൈവവചനം കേൾക്കുന്ന നിങ്ങളുടെയും ഇടയ്ക്ക് നിൽക്കുന്ന ആളാണ് പരിശുദ്ധാത്മാവ്. എന്ത് ചെയ്യും? ഈ വചനമാണ്, ഈ കേൾക്കുന്ന വചനം നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിടുന്ന ആളുടെ പേരാണ് ആര്? പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അപ്പൊ ദൈവവചനം പറയും, നിങ്ങൾക്കൊരു ദൈവവചനം കേൾക്കുമ്പോ അതൊരു ബോധ്യമാകണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിന്റെ സഹായം വേണം. ഹല്ലേലൂയ. ഒന്നും കൂടി ഈ വചനം അങ്ങനെയാണ് കേട്ടെ. പരിശുദ്ധാത്മാവിൽ കേൾക്കുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. താഴൂന്നല്ല. എന്താണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ മറ്റൊരു പക്ഷികളോട് ഉപമിക്കാതെ കഴുകന്മാരോട് ഉപമിച്ചിരിക്കുന്നത്?
കാക്കയോട് ഉപമിച്ചിട്ടില്ല, പ്രാവിനോട് ഉപമിച്ചിട്ടില്ല, എത്രയോ പക്ഷികളുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവവചനം കൊണ്ടുവരുന്ന കഴുകന്മാരോടാണ്. ശ്രദ്ധിച്ച് കേൾക്കണം, കഴുകന്മാരാണ് പക്ഷികളിൽ ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി. എത്ര ഉയരത്തിൽ പറന്നാലും ഈ നിലത്തൂടെ പോകുന്ന ഒരു കുഞ്ഞു എലീനെ വരെ കാണുകയും ചെയ്യും. ഹല്ലേലൂയ. ഒന്നുകൂടെ പറയാം, ഈ കഴുകന്മാരുടെ പ്രത്യേകത ഏറ്റവും ഉയരത്തിൽ പറക്കും. ഭയങ്കര കാഴ്ച ശക്തിയാണ്. അത്രയും ഉയരത്തിൽ നിന്ന് ഈ നിലത്തൂടെ എഴഞ്ഞു പോകുന്ന ഒരു ചെറിയ പ്രാണീനെ വരെ എത്ര ഉയരത്തിൽ നിന്നും കാണാൻ കഴിയത്തക്ക ഒരു കാഴ്ചയും ഈ കഴുകന്മാർക്കുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം നോക്കി, കർത്താവിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ഉയരും. 2, നമുക്കറിയാം, ഭയങ്കര കാറ്റ് വരുവാണെങ്കിൽ മറ്റെല്ലാ പക്ഷികളും പെട്ടെന്നങ്ങ് പറക്കും. ചിലത് മരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കും. എത്ര അള്ളിപ്പിടിച്ചിരുന്നാലും ചില പക്ഷികളെ ഈ കാറ്റ് തെറിപ്പിക്കും. ചില പക്ഷികൾ ഈ കാറ്റിൽപ്പെട്ട് പറന്നു പറന്ന് കുഴഞ്ഞെവിടെയും പോയിരിക്കും. എന്നാൽ കഴുകന്മാരുടെ പ്രത്യേകത അറിയാമോ? കാറ്റ് വരുമ്പോൾ കാറ്റ് പോകുന്ന ഏരിയയുടെ മുകളിൽ കയറി പറക്കാൻ ഈ കഴുകിന് പറ്റും. ഹല്ലേലൂയ. ഒന്നും കൂടെ കേട്ടെ, കാറ്റ് അടിക്കുന്നത് ഒരു നിശ്ചിത വായു പരിധിയുടെ ഉള്ളിലാണ്, അതിന്റെ മുകളിലേക്ക് കാറ്റില്ല. മറ്റൊരു പക്ഷിക്കും ഇതിനി കാറ്റിന്റെ മുകളിൽ കയറി പറന്നുയർന്നു നിൽക്കാൻ കഴിവില്ല. എന്നാൽ കഴുകന്മാർക്ക് ഈ കാറ്റിന്റെ മുകളിൽ പറക്കാൻ കഴുകന്മാർക്ക് കഴിവുണ്ട്. അതുകൊണ്ട് ദൈവവചനം പഠിപ്പിക്കുന്നു, കർത്താവിൽ ആശ്രയിക്കുന്നവൻ പണത്തിൽ ആശ്രയിക്കുന്നവനല്ല, കഴിവിൽ ആശ്രയിക്കുന്നവരല്ല, ബുദ്ധിയിൽ ആശ്രയിക്കുന്നവരല്ല, വ്യക്തികളിൽ ആശ്രയിക്കുന്നവരല്ല, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ. പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനം 34-ാം അധ്യായം 10-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു കേൾക്കുന്നു, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവില്ല. ഹല്ലേലൂയ. ആ വചനം നോക്കി, ഒന്നിനും എഴുതിയിരിക്കുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും, പണത്തിനും ആരോഗ്യത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും നല്ലൊരു ഭാവി ജീവിതത്തിനും ഒരു നല്ല വീടിനും നല്ല ഭാവിക്കും ഒന്നിനും, ആർക്ക്? ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക്. ഹല്ലേലൂയ. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന വിഷയം എന്നറിയാമോ? ഒരുപക്ഷെ നിങ്ങളത് കേട്ടിട്ടുണ്ടായിരിക്കും, എന്നാൽ ആത്മാവിൽ നിങ്ങളോട് പറയുന്നു, ദൈവം നമുക്കുള്ളതെല്ലാം ഒരുക്കി വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവം നമുക്കുള്ളതെല്ലാം നമ്മൾ ഒരുക്കി വെച്ചിട്ടില്ലേ? ഇപ്പൊ നമ്മുടെ മക്കൾ ഒരു 10-ാം ക്ലാസ്സിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടി +2 കഴിഞ്ഞ് മെഡിസിന് വിടേണ്ടതാ. കൊച്ചു നന്നായി പഠിക്കുന്നയാളാ. മെഡിസിന് വിടാൻ മാതാപിതാക്കൾ എന്ത് ചെയ്യും? അതിനുള്ള എല്ലാ പണവും സാഹചര്യവും നേരത്തെ ഒരുക്കും. നമ്മൾ ഒരുക്കില്ലേ? നിങ്ങളുടെ മകളുടെ വിവാഹത്തിന് നിങ്ങൾ എത്ര നാള് മുമ്പേ പണം ഒരുക്കാൻ തുടങ്ങി? നിങ്ങളുടെ മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി നിങ്ങൾ എത്ര നാള് മുമ്പേ ഒരുക്കാൻ തുടങ്ങി? എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടെ, നമ്മുടെ ദൈവം നമുക്കാവശ്യമുള്ളത് ഒരുക്കി വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ വിഷമിക്കത്തില്ല. നമ്മൾ കുറച്ചുകൂടെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം ഒരുക്കിയത് സ്വീകരിക്കാൻ ഒരുങ്ങും. അതാണ് ദൈവം ഒരുക്കി വച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. ബൈബിളിൽ ഇങ്ങനെയാണ്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഈശോ 5 അപ്പം 5000 പേർക്ക് കൊടുക്കുന്ന ഒരു സംഭവത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. എല്ലാ സുവിശേഷകന്മാരും എഴുതിയിട്ടുണ്ട്. പക്ഷെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുന്നു. ഈശോ 5 അപ്പം 5000 പേർക്ക് കൊടുക്കുവാണ്. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഓർക്കം വരുന്നവർ മാത്രം പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ ഈശോയെ, ഞാനിപ്പോ പറഞ്ഞു നിങ്ങളൊന്നും കേൾക്കുന്നില്ല.
ഞാനിപ്പോൾ എന്താ പറഞ്ഞത്? ആ ഉറക്കം വരുന്നവർ മാത്രം. എല്ലാവരും ഇവിടെയുള്ള എല്ലാവരും പറഞ്ഞു ഞങ്ങളെല്ലാം നല്ല സമയമാണ് ഉറങ്ങാൻ, കൈപ്പിടിയില്ലാത്ത കസേരയാണ് ഇട്ടിരിക്കുന്നത്, താഴെ പോയാൽ ഉത്തരവാദിത്വം ഇതുമായി ബന്ധപ്പെട്ട ആർക്കുമില്ല എന്ന കാര്യം നേരത്തെ അറിയിച്ചുകൊള്ളുന്നു. ഹല്ലേലൂയ. നന്നായിട്ട് നമുക്ക് വീട്ടിൽ ചെന്നാൽ നന്നായിട്ട് ഉറങ്ങാൻ പറ്റും, ഇവിടെ ഇരുന്ന് നന്നായിട്ട് ഉറങ്ങാനേലും പറ്റും. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ചു കേട്ടെ, ദൈവം നമുക്കുള്ളതെല്ലാം എന്ത് വെച്ചിട്ടുണ്ട്? ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കൊച്ചിനുള്ള ഭാവി അത് ദൈവം നേരത്തെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരു വീടില്ല, ഇപ്പം ഒരു നല്ല വീട് ദൈവം അത് ഒരുക്കി വെച്ചിട്ടുണ്ട്. നിന്റെ വീടിന്റെ പണി പൂർത്തിയാകുന്നില്ലല്ലോ, എന്ത് ചെയ്യും? ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. അത് ബൈബിളിൽ നിന്ന് നിങ്ങൾക്കത് ക്ലിയർ ചെയ്തു തരാം. ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്റെ മക്കൾക്കൊക്കെ നല്ല ഭാവി ഉണ്ടാവുമോ? എന്റെ മകന്റെ കുടുംബത്തിന്റെ കാര്യമൊക്കെ എന്താകും? സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ മാറുമോ? ദൈവം എനിക്കുള്ളതെല്ലാം ഒരുക്കി വച്ചിട്ടുണ്ട്. അതിനാധാരമായ വചനമാണ് ഈശോ 5 അപ്പം. ശ്രദ്ധിച്ചേ, ഈശോ 5 അപ്പം 5000 പേർക്ക് കൊടുത്തത് എവിടെയാണ്? ഒരു വിജന പ്രദേശത്താണ്. അവിടെ ആരും ഇല്ല. അവിടെ വീടോ ഹോട്ടലുകളോ ഹൈവേ റോഡുകളോ ഒന്നും ഇല്ലാത്ത സ്ഥലമാണ് മരുഭൂമി, വിജന പ്രദേശം. ഈശോയുടെ കൂടെ ആളുകൾ ഇരിക്കാൻ തുടങ്ങിയിട്ട് 3 ദിവസമായി, ഒന്നും ഭക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഈശോ ശിഷ്യന്മാരോട് പറയുവാണ്, ഈ ജനക്കൂട്ടത്തെ ഇങ്ങനെ പറഞ്ഞു വിടാൻ പാടില്ല. അവർ ആകപ്പാടെ വിശപ്പിലും വിഷമത്തിലുമാണ്, അവർക്ക് ഭക്ഷണം കൊടുത്ത് പറഞ്ഞയക്കണം. അപ്പോൾ ശിഷ്യന്മാരിൽ ഒരാൾ പറഞ്ഞു, അതിന് ഇത്രയും പേർക്ക് ഭക്ഷണം എവിടെ നിന്ന് കിട്ടും ഈ മരുഭൂമിയിൽ? അപ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പം ഉണ്ട്? ഈശോ പറഞ്ഞു, ശിഷ്യന്മാര് പറഞ്ഞു 5 അപ്പം. പറഞ്ഞു ഹല്ലേലൂയ. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇപ്പോഴാണ് എല്ലാവരും ശ്രദ്ധിച്ചത്. ശ്രദ്ധിച്ചില്ലേ? പ്രശ്നമുണ്ട് കേട്ടോ. ശ്രദ്ധിച്ചില്ലേ കുറിച്ചൊരു കാര്യം പറയാൻ ആഗ്രഹമുണ്ട്. ശ്രദ്ധയെക്കുറിച്ചാണ്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ഒരാൾ 10 നില കെട്ടിടത്തിന്റെ മുകളിൽ ഇരുന്ന് പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെയിന്റ് അല്ല, പെയിന്റ്. അപ്പൊ പെയിന്റ് അടിക്കുന്ന ആളുടെ പേര് എന്താ? പേര് രാജു എന്നാണ്. രാജു. 10 നില കെട്ടിടത്തിന്റെ മുകളിൽ പെയിന്റ് അടിക്കുന്ന ആളുടെ പേര് രാജു. ഈ രാജുവിന്റെ കൂട്ടുകാരൻ താഴെ ഒരാൾ വന്ന് താഴെ നിന്നിട്ട് പറഞ്ഞു, എടാ ഷിജു എന്ന് വിളിച്ചു. ആരെ വിളിച്ചു? രാജുവിനെ വിളിച്ചത്. എന്താ വിളിച്ചത്? എടാ ഷിജു, നിന്റെ ഭാര്യ മരിച്ചു പോയടാന്ന് പറഞ്ഞു. ആരോടാ പറഞ്ഞത്? രാജുവിനോടാ പറഞ്ഞേ. പേര് വിളിച്ച പറഞ്ഞു, എടാ ഷിജു എന്നാ വിളിച്ചത്. അപ്പൊ 10 നില കെട്ടിടത്തിൽ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന ആളാ ബ്രഷ് അവിടെ വെച്ചിട്ട്, എന്റെ ഭാര്യ മരിച്ചു പോയോടാന്ന് ചോദിച്ചു. ഓ, ഇനി ഞാൻ എന്തിനാ ജീവിക്കുന്നതെന്ന് പറഞ്ഞ് പുള്ളി ഒരൊറ്റ ചാട്ടം താഴേക്ക്. ഒരു 4-5 നില താഴേക്ക് പോയപ്പോഴാ പുള്ളി ചിന്തിച്ചത്, അയ്യോ അതിന് ഞാൻ ഷിജു അല്ലല്ലോ, രാജു ആണല്ലോ, ഷോ എന്ന് ചിന്തിച്ചു. മാറിപ്പോയി. പിന്നെ ഒരു 2 നില താഴെ നിലെത്തിയപ്പോഴാണ് അറിഞ്ഞത്, അതിന് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാ എനിക്ക് ഭാര്യ? ഇത് രണ്ടുമില്ല. അപ്പൊ ശ്രദ്ധിക്കാത്തോണ്ട് പറ്റിയൊരു അബദ്ധമാണ്. എടാ ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ദൈവം നമുക്കുള്ളത് ഒരുക്കി വച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വിജന പ്രദേശം, 5000-ഓളം ആളുകൾ ദൈവവചനം കേൾക്കുന്നു. ഈശോ പറയാണ്, 5 അപ്പം ഇവിടെ ഉള്ളൂ, പക്ഷെ ഇത് 5000 പേർക്ക് കൊടുക്കാൻ പറ്റും. ഇനി ഈശോ ഇങ്ങനെ കൊടുത്തതിന് ശേഷം ശിഷ്യന്മാര് പറഞ്ഞു, കുറെ അപ്പം മിച്ചമുണ്ട്. ഈശോ എന്നാ പറഞ്ഞു? ഇങ്ങനെയല്ല പറഞ്ഞത്. എവിടെയെങ്കിലും അടുത്ത വീട്ടിൽ ചെന്ന് വല്ല പാത്രമോ വല്ല കൊട്ടയോ ഡീഷ് എന്തെങ്കിലും എടുത്തോണ്ട് വരാൻ പറഞ്ഞിട്ടില്ല. ഈശോ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇതാ ഇവിടെ ഇരിക്കുന്ന ഈ 12 കൊട്ട നിറയെ. എന്റെ ഒരു ചോദ്യമാണ്, ഈ കൊട്ട എവിടുന്ന് വന്നു? നിങ്ങൾ ആരെങ്കിലും കൊട്ടയായിട്ട് ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല, ആരും കൊട്ടയായിട്ട് വന്നിട്ടില്ല. ഈശോയുടെ അടുത്ത് വചനം കേൾക്കാൻ പോയപ്പോൾ 5000-ഓളം ആളുകൾ കൊട്ടയായിട്ടല്ല പോയത്. ആരും കൊട്ടയായിട്ട് പോകാറില്ല. ഈ മരുഭൂമിയിൽ കൊട്ടയുണ്ടാക്കുന്ന ആൾക്കാരും ഇല്ല. അവിടെ കൊട്ട ഹോൾസെയിലിൽ വിൽക്കുന്ന കടയില്ല. ഈ കൊട്ട എവിടുന്ന് വന്നു? ഈശോ എന്നാ പറഞ്ഞത്? ഈ കൊട്ട നിറയെ. അപ്പൊ നോക്കിക്കേ, മിച്ചം വരുന്ന അപ്പക്കഷണങ്ങൾ ശേഖരിക്കാൻ ഈശോ 12 കുട്ട ഈശോ നേരത്തെ ഒരുക്കി വച്ചിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. മിച്ചം വന്ന അപ്പകഷണങ്ങൾ വരെ സ്വീകരിക്കാൻ 12 കൊട്ട ഈശോ ഓൾറെഡി അവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ പോലും ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആവശ്യത്തിനുള്ളത് മുഴുവൻ ഈ ദൈവം കരുതി ഒരുക്കി നമുക്കായി വച്ചിട്ടുണ്ട്.
വിശ്വാസമുള്ളവർ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു വിശ്വാസം ഇല്ലാത്തവർ പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ ഈശോ, അതിനും 150 പേര് പറഞ്ഞിട്ടുണ്ട്. 2 കൂട്ടം ആളുകളാണ് ഇപ്പോൾ ദൈവവചനം കേൾക്കൊണ്ടിരിക്കുന്നത്, വിശ്വാസമുള്ളവരും വിശ്വാസം ഇല്ലാത്തവരും. ഹല്ലേലൂയ. നിങ്ങൾ, എനിക്കൊരു കാര്യം മനസ്സിലായി, ഇപ്പോൾ ദൈവവചനം കേൾക്കുന്ന ഇത്രയും പേര് ശിശുതുല്യ ഹൃദയമുള്ളവരാണ്. മനസ്സ് ശിശുവിൻ്റേതുപോലെയാണ്, ഒരു കളങ്കവും ഇല്ല. കാരണം എന്തെന്നറിയാമോ? ശിശുതുല്യ ഹൃദയമുള്ളവരാണ്. എന്നാ കേട്ടാലും ആഹാ ഓഹോ ജനം ചിന്തിക്കത്തില്ല. അപ്പൊ നിങ്ങൾ ശിശുതുല്യ ഹൃദയമുള്ളവരാണെന്ന് ആദ്യ നിമിഷങ്ങൾ കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. നോക്കി, ദൈവം നമുക്കുള്ളത്. ഇനി ഞാൻ കറക്റ്റായിട്ട് കൃത്യം പറഞ്ഞു, ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യം പറയാം. ദൈവം ആദ്യം സൃഷ്ടിച്ചത് ആരെയൊക്കെയാ? ആദവും ഹവ്വായും. ദൈവം അവരെ സൃഷ്ടിച്ചു. സൃഷ്ടിച്ചതിന് ശേഷമാണോ ആപ്പിളിന്റെ ഒരു തൈ നട്ടത്, അതോ സൃഷ്ടിച്ചതിന് ശേഷം ആപ്പിള് കായ്ച്ചു നിൽക്കുന്ന ഒരു മരമാണോ നട്ടത്? ഈശോ ആദത്തെയും ഹവ്വായെയും സൃഷ്ടിച്ചതിന് ശേഷം, ദൈവം സൃഷ്ടിച്ചതിന് ശേഷം ആപ്പിളിന്റെ ഒരു തയ്യാ നട്ടായിരുന്നു. അവർ പട്ടിണി കിടത്തി കത്തുപോയന്. കാരണം തിന്നാൻ എന്തെങ്കിലും വേണ്ടേ? ദൈവം അവരെ സൃഷ്ടിച്ചതിന് ശേഷം അവര് വിശന്ന സമയത്ത് ചെന്നപ്പം ഇതാ പറിച്ചു തിന്നാൻ പാകത്തിന് പഴുത്ത് നിൽക്കുന്ന ആപ്പിൾ അവിടെ ഉണ്ടായിരുന്നു. നമ്മളെങ്ങനെയാ ഇവിടെ നട്ടത്? ചക്ക കായ്ച്ച് മൂത്ത് കിടക്കുന്ന ഒരു പ്ലാവാണോ നടന്നത്? അത് ഒരു ചെറിയൊരു ചക്കക്കുരു അല്ലെങ്കിൽ ഒരു പ്ലാവിന്റെ തൈയാണോ നടന്നേ? ഒരു തൈ നട്ടാൽ അത് കായ്ക്കണമെങ്കിൽ 3-4 വർഷം എടുക്കും. അതും പോലെ സാധാരണ നാടൻ പ്ലാവ നടന്നെങ്കിൽ അതിനേക്കാളും സമയം എടുക്കും. വല്ല ബ്ലോക്കാണെ പിന്നെ വേഗത്തിൽ കായ്ക്കും. എന്തായാലും വർഷം എടുക്കും. ദൈവം അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം പോലും ഇവര് ചിന്തിക്കുന്നതിന് മുമ്പ് ഇവർക്കായി അവിടെ ഒരുക്കി റെഡിയാക്കി വച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ശരിയല്ലേ? ഇനി അടുത്തത്, ഈ ആപ്പിൾ മരം, ആപ്പിളൊക്കെ അവിടെ നിൽക്കാം, എല്ലാം ഉണ്ട്. ഇതിനൊക്കെ എന്തൊക്കെ കൊടുക്കണം? വെള്ളം കൊടുക്കണം, അല്ലെ ഉണങ്ങിപ്പോവും. അപ്പൊ ആദവും ഹവ്വായും അല്ല, ദൈവം ഇതിനെങ്ങനെ നനയ്ക്കും, ഇതിനെങ്ങനെ നനയ്ക്കും എന്ന് പറഞ്ഞ് ഓടി ഓടി നടക്കേണ്ട കാര്യം വന്നില്ല. അവർക്ക് ആവശ്യമുള്ള വെള്ളം ഒരു നദി അവിടെ ഒരുക്കി നിർത്തി. അല്ലാതെ എങ്ങനെ നനയ്ക്കുന്നോർത്ത് അവർ തല പുകഞ്ഞ് ആലോചിച്ചില്ല. നോക്കിക്കേ, പറഞ്ഞു വരുന്നത്, ദൈവം ബൈബിളിന്റെ ആരംഭം മുതൽ സൂചിപ്പിക്കുന്നു, നമുക്കുള്ളതിനെ ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്ത. ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത്, അബ്രാഹത്തിനും സാറായിക്കും മക്കളില്ലായിരുന്നു. അവർക്ക് ഒരുപാട് പ്രായമായ പിന്നെ ദൈവം ഒരു മകനെ കൊടുത്തു, ഇസ്ഹാക്ക്. കുറച്ചു കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ഇസ്ഹാക്കിനെ ബലി അർപ്പിക്കണം, അതിന് മോറിയ മലമുകളിൽ പോണം, ബലിപീഠം പണിയണം, ബലി അർപ്പിക്കുക, കോംപ്രമൈസ് ഇല്ല. ഉടനെ അബ്രാഹാം അതനുസരിച്ച് മോറിയ മല മുകൾ കയറുന്നതിന് മുമ്പ് ദൈവം എന്തു ചെയ്തു? ഈ ഇസ്ഹാക്കിന്റെ സ്ഥാനത്ത് ബലിയർപ്പിക്കാനുള്ള ഒരാട്ടിൻകുട്ടിയെ അപ്പുറത്തൊരു കുറ്റിക്കാട്ടിൽ, ഒരു മുൾപടർപ്പിൽ അവിടെ ഒരുക്കി അവിടെ കിടത്തിയിട്ടുണ്ടായിരുന്നു. അത് അബ്രാഹാം പോലും അറിഞ്ഞിട്ടില്ല. അബ്രാഹാം ചിന്തിച്ചിട്ട് പോലുമില്ല. അബ്രാഹാമിന്റെ ചിന്ത ഇങ്ങനെയാണ്, ദൈവം എന്നോട് പറഞ്ഞു നിന്റെ മകനെ നീ ബലിയർപ്പിക്കണം. അബ്രാഹാം പോയത് ബലിയർപ്പിക്കാൻ പോകുമ്പോൾ അവിടെ ആടുണ്ടാകുമെന്ന് വിചാരിച്ചിട്ടല്ല. പക്ഷെ അബ്രാഹത്തിന് അറിയാം ദൈവം ഇടപെടുമെന്നറിയാം. അബ്രാഹാം പോയി അവിടെ ബലിപീഠം ഉണ്ടാക്കി കുട്ടിയെ അവിടെ കിടത്തി കത്തിയൂരി കൊല്ലാൻ നോക്കിയപ്പോഴാണ് ദൈവം പറഞ്ഞത്, കുട്ടിയെ തൊട്ടുപോകരുത്, ഇതാ അവിടെ ഒരു ആട്ടിൻകുട്ടി മുൾപടർപ്പിൽ ഉടക്കി കിടക്കുന്നു, ഇതാ ദൈവം ഒരുക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. അബ്രാഹാം പോലും ചിന്തിച്ചിട്ടില്ല ദൈവം എങ്ങനെ ഒരുക്കൂന്ന്. നമുക്കുള്ളത് ദൈവം, നമ്മൾ പോലും നമ്മുടെ കാര്യം ചിന്തിക്കുന്നതിന് മുമ്പ് നമുക്കുള്ളതിനെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തത്, ദാനിയേൽ എന്ന വ്യക്തിയെ ദൈവം അവിടുത്തെ രാജാവ് സിംഹക്കുഴിയിലിട്ടു. ബൈബിൾ എഴുതിയിരിക്കുന്നു, ദാനിയേല് സിംഹക്കുഴിയിൽ വീഴുന്നതിന് മുമ്പ് സിംഹത്തിന്റെ വാ അടയ്ക്കാൻ ഒരു ദൂതനെ ദൈവം ആ കുഴിയിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ബൈബിൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിന്റെ ദൂതൻ സിംഹത്തിന്റെ വായടച്ചത് കൊണ്ട് ദാനിയേൽ ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. അപ്പോൾ ദാനിയേൽ സിംഹക്കുഴിയിൽ ഇട്ടേ പിന്നെ അല്ല ദൈവം ദൂതനെ കൊണ്ടുവന്നത്.
അതിനു മുമ്പ് തന്നെ ആ പ്രതിസന്ധിയെ അതിജീവിക്കാനുള്ള വഴിയും ദൈവം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിച്ച ഈ വിഷയം നിങ്ങൾ ഈ ഒരു ദിവസം, ഈ അവധി ദിവസം ഇത്രയും സമയം മാറ്റിവെക്കുമ്പോൾ, ഇന്ന് ഭവനത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് നല്ല ഉറപ്പോടെ പോകാം. എന്റെ നാളത്തെ പണം, അടുത്ത മാസത്തെ എന്റെ ആരോഗ്യം ഇന്നേ പറയാൻ പറ്റില്ല. ഹല്ലേലൂയ. ശരിയല്ലേ? എന്റെ അടുത്ത വർഷം എന്റെ കയ്യിൽ എത്ര പൈസ ഉണ്ടാകും എനിക്കിന്ന് പറയാൻ പറ്റില്ല. അടുത്ത വർഷം എനിക്ക് എന്തേലും ആരോഗ്യം ഉണ്ടാകും ഇന്ന് പ്രവചിക്കാൻ പറ്റില്ല. പക്ഷെയോ എന്റെ ദൈവം അത് കരുതി വച്ചിട്ടുണ്ട്. ഇനിയുള്ളത് ശ്രദ്ധിച്ചേ, ദൈവം ഒരുക്കി വച്ചത് എനിക്ക് കിട്ടണമെങ്കിൽ ഈ ഞാൻ ഒരുങ്ങണം. ഹല്ലേലൂയ. ഒന്നും കൂടെ പറയാ വാക്ക്. ദൈവം എനിക്ക് നല്ലൊരു ഭാവി എനിക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ ധ്യാനം പറയുന്ന ഈ മാത്യുസിന് ദൈവം ഒരു നല്ല ഭാവി ഒരുക്കി വച്ചിട്ടുണ്ടെന്ന് കരുതുക. എനിക്കൊരു നല്ല ഭാവി. ഈ ഭാവിയിൽ എനിക്ക് എത്താൻ പറ്റണമെങ്കിൽ ഞാൻ എങ്ങനെയും ജീവിച്ചിട്ട് കാര്യമില്ല. അത് കിട്ടാൻ പാകത്തിനുള്ള ഒരു ഒരുക്കം എനിക്ക് വേണം. ദൈവം ഒരുക്കി വച്ചത് എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ ഒരുങ്ങണം. അതാണ് നമുക്കിഷ്ടമില്ലാത്തൊരു കാര്യം. ദൈവം ഒരുക്കിയിരിക്കുന്നത് നമുക്ക് കിട്ടാത്തതിന്റെ കാരണം എന്നറിയോ? നമുക്ക് അനേകം ആളുകൾക്ക് ഒരുക്കമില്ല. ഒരുങ്ങണം, ഒരുങ്ങണം. ഇത് നിസ്സാരമല്ല. ഒരുങ്ങണമെന്ന് പറയുമ്പോൾ നമുക്കത് വിഷമമാണ്. ഒരുങ്ങണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. ഒരുങ്ങണം. ഇനി അടുത്തത് എങ്ങനെ ഒരുങ്ങണം? പ്രാർത്ഥിച്ചൊരുങ്ങണം. ഓരോരുക്കത്തിന്റെ പേരാ പറയുന്നത്, പ്രാർത്ഥന. പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിച്ച്, പ്രാർത്ഥനയാകുന്ന ഒരു കണ്ണാടിയിലൂടെ ഞാൻ നോക്കിയാലേ ദൈവം എനിക്ക് ഒരുക്കി വച്ചിരിക്കുന്നത് കാണാൻ എനിക്ക് കഴിയുകയുള്ളൂ. എന്തു വേണം? പ്രാർത്ഥനയുടെ ഒരു കണ്ണാടി ഞാൻ എന്റെ കണ്ണെ വെക്കണം. പ്രാർത്ഥന. ഹല്ലേലൂയ. നമുക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് എന്ത്? പ്രാർത്ഥന. നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ തന്നെ ആലപ്പുഴ ജില്ലയിലെ ഒരു മെഡിക്കൽ സ്റ്റോറിലും കിട്ടാത്ത ഉറക്ക ഗുളിക നമ്മൾ 2 കഴിച്ചാൽ നമ്മൾ എങ്ങനെ ഉറങ്ങും? അതുപോലെ ബോധമില്ലാതെ ഉറങ്ങും. എന്ത് ചെയ്താൽ മതി? പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചാ മതി. ഹല്ലേലൂയ. എന്നാ ഉറക്കമായിരിക്കും എന്നറിയോ? സ്വപ്നം വരെ വേണ്ട ഉറങ്ങാൻ പറ്റും. പ്രാർത്ഥിച്ചാ മതി. ഇനി രാത്രി കിടക്കുമ്പോൾ ഉറക്കമില്ലേ? അപ്പുറത്ത് കിടക്കുന്ന ജപമാല എടുത്ത് കയ്യിൽ വെച്ച് അളവില്ലാത്ത സകല നന്മ, ഒരു രഹസ്യം ചെല്ലുന്നതിന് മുമ്പ് നമ്മുടെ ബോധം പോകും. ഒരു രഹസ്യം നമ്മുടെ ബോധം പോകും. പിന്നെ നമ്മൾ നല്ല സുഖമായി ഉറങ്ങും. നമുക്ക് ആഗ്രഹമുണ്ട് പ്രാർത്ഥിക്കണമെന്ന്, പക്ഷെ നമുക്ക് പലർക്കും പറ്റുന്നില്ല. ഹല്ലേലൂയ. നമുക്കെല്ലാം ആഗ്രഹം എന്നാ? എനിക്ക് ഈശ്വരനോട് ഒന്ന് പ്രാർത്ഥിക്കണം, എനിക്ക് കുറച്ചുകൂടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയായിരുന്നെങ്കിൽ. നമ്മൾ എത്ര പരിശ്രമിച്ചാലും നമുക്കൊന്ന് ശരിക്കും പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല. ഇനി അഥവാ ഒരു ദിവസം പ്രാർത്ഥിച്ചു പോയാലോ 10 ദിവസം പ്രാർത്ഥിക്കുകയില്ല, തീർന്നു. അഥവാ ഒരു ദിവസം നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചു, ഒരു ധ്യാനത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചു, പിന്നെ ഒരു 10 ദിവസത്തേക്ക് നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല. ചിലപ്പോൾ 1 മാസം വരെ നീളാം. നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ശ്രദ്ധിച്ചേ, പിശാചിനറിയാം ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ രക്ഷപ്പെട്ടു പോകുന്നു. പിശാചിനറിയാം ഈ കുടുംബം നന്നായിട്ട് കൂട്ടായ്മയോടെ പ്രാർത്ഥിച്ചാൽ ഇവര് നല്ല സ്നേഹത്തിലെ നിൽക്കുള്ളൂ. പിശാചിനറിയാം ഈ കൊച്ചു നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ ഇവന് നല്ല ഭാവി കിട്ടുമെന്ന്. പിശാചിനറിയാം ഇവൻ നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ കള്ളും കഞ്ചാവും ഇവനെ ആക്രമിക്കാൻ പറ്റിയാലെന്ന്. എന്ത് ചെയ്യും? ഒരു വ്യക്തിയെ തകർക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി പിശാചിനറിയാം. അയാളെ കൊണ്ട് പ്രാർത്ഥിക്കാത്ത ഒരാളാക്കി മാറ്റിച്ചാ മതി. ഹല്ലേലൂയ. നമ്മൾ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ പതുക്കെ കുറയുന്നോ അപ്പോൾ മുതൽ തിന്മയുടെ ശക്തിയുടെ ആധിപത്യം കയറി ഭരിക്കാൻ തുടങ്ങും. പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ.
അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. നോക്കിക്കേ, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പ്രാർത്ഥന. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1:35 ഇങ്ങനെ വചനം പഠിപ്പിക്കുന്നു. അവൻ അതിരാവിലെ എഴുന്നേറ്റ് ഒരു വിജന സ്ഥലത്തേക്ക് പോയി അവിടെ ഏറെ നേരം പ്രാർത്ഥിച്ചു. എപ്പോഴാ പ്രാർത്ഥിച്ചത്? അതിരാവിലെ. അതിരാവിലെ എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പലർക്കും അതിരാവിലെ 7:40 അത് അതിരാവിലെ അല്ല. അതിരാവിലെ എന്ന് പറയും ചിലർക്ക് അത് 9:20 അതിരാവിലെ അല്ല. അതിരാവിലെ എന്ന് പറയുമ്പോൾ ചിലർക്കത് 7 മണിയാകാം, 6 മണിയാകാം, 5:40 ആകാം. അതിരാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 5 മണി സമയം. അതിരാവിലെ 4 മണിക്ക് ശേഷം അതിരാവിലെ. ഈശോ എപ്പോഴാണ് പ്രാർത്ഥിച്ചത്? അതിരാവിലെ. ഹല്ലേലൂയ. അപ്പോൾ ഈശോ പ്രാർത്ഥിച്ചൊരു സമയമാണ്. അവൻ അതിരാവിലെ പ്രാർത്ഥിച്ചിരുന്നു. ഈശോ പോലും പ്രാർത്ഥിച്ചായിരുന്നു കേട്ടോ. ഈശോ പോലും പ്രാർത്ഥിച്ചു. അപ്പോഴാ സാധാരണ മനുഷ്യരായ നമുക്ക് പ്രാർത്ഥനയുടെ വലിയ കുറവ്. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ഇവിടെ ഇനി ശ്രദ്ധിക്കണേ, പ്രാർത്ഥിക്കാത്തത് കൊണ്ട് നമുക്ക് എന്തൊക്കെ നഷ്ടമായി. ഇവന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഇപ്പം സൂര്യൻ ഉദിക്കാതിരിക്കാൻ പോവാണ്. പ്രാർത്ഥിച്ചില്ലെങ്കിൽ മഴ പെയ്യാതിരിക്കോ? മഴ പെയ്യുവോ? പ്രാർത്ഥിച്ചില്ലെന്നോർത്ത് ഇതിപ്പം ഇവിടെ വലിയ അത്ഭുതം, എന്തെങ്കിലും രോഗം അവസാനിക്കാൻ പോവാണോ? പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം, പ്രാർത്ഥന കുറഞ്ഞതുകൊണ്ടാണ് നമ്മുടെ കുടുംബത്തിൽ എന്തൊക്കെ നഷ്ടമായി. നോക്കിക്കേ, പണ്ട് നമ്മുടെ കുടുംബത്തിൽ ഇതിനേക്കാൾ നല്ല സ്നേഹം ഉണ്ടായിരുന്നു. സ്നേഹം ഉണ്ടായിരുന്നോ? അപ്പനും അമ്മയും മക്കളും ഒരു നല്ല സ്നേഹം ഉണ്ടായിരുന്നു. ഇന്നോ? ഇന്നെല്ലാവരും ഓരോരുത്തരാ. അപ്പനൊരു വഴി, അമ്മ വേറെ രീതി ചിന്തിക്കുന്നു, മക്കൾ ഓരോരുത്തരും. എല്ലാവരും ഒരു വീട്ടിലാണേലും ഒരു വീടിന്റെ സ്നേഹമില്ല. നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥന ഉപേക്ഷിച്ചത് വഴി നമ്മുടെ കുടുംബത്തിലെ പലരുടെ സ്നേഹ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയി. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ എങ്ങനെയാ നമ്മുടെ വീടിന്റെ അവസ്ഥ? 4 പേര്, 4 ഫോണും 4 മുറി. 4 പേര്, 4 മുറി, 4 ഫോണ്. 4 അല്ല 8 ഫോണ്. ഒരാൾക്ക് 2 ഫോൺ വെച്ചു, ഒരു വലുതും ഒരു ചെറുതും. ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും തുറക്കാത്ത ലോക്ക് ഇട്ടത് പൂട്ടിയിട്ടിരിക്കുക. നമ്പർ ലോക്കാണ്. ജമ്മ കൊണ്ട് തല്ലിപ്പൊട്ടിക്കാന്നല്ലാണ്ട് അത് ലോക്ക് തുറക്കൂല. നമുക്ക് പേടിയാ നമ്മുടെ മൊബൈലിലെ വരെ. അതാരെങ്കിലും എടുക്കുവോ നോക്കുവോ നമുക്ക് പേടിയാ. ഓരോരുത്തരും ഒരു വീട്ടിൽ ഇന്ന് സംസാരം കൂടുതലാണോ കുറവാണോ? നിങ്ങളുടെ വീട്ടിൽ പണ്ടുള്ളതിന്റെ അത്രയും സംസാരം ഉണ്ടോ ഇല്ലയോ? വലിയ സംസാരമൊന്നുമില്ല. എല്ലാരും വന്നു, എന്തൊക്കെയോ ചോദിച്ചു, എന്തൊക്കെയോ പറഞ്ഞു. കുറെ നേരം ഒരാൾ ഫോണെ നോക്കിയിരുന്നു. പിന്നെ ഒരു ഭക്ഷണം കഴിച്ചു. പെട്ടെന്ന് അവരവരുടെ മുറിയിലേക്ക് കയറി വാതിലടച്ചു. ഒരു ലൈഫ് തീരും. അങ്ങനെ എന്നാ മിണ്ടാത്തെ? മിണ്ടാൻ തോന്നുന്നില്ല. നമ്മുടെ വീട്ടിലുള്ളവരോട് പോലും നമുക്ക് മിണ്ടാൻ തോന്നുന്നില്ല. ശ്രദ്ധിച്ചേ, നമ്മുടെ ഭവനത്തിൽ അപ്പനും അമ്മയും മക്കളും മാതാപിതാക്കളും ഇതൊക്കെ ആ സ്നേഹ ബന്ധങ്ങൾ അങ്ങ് പോയി. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി നടയിറങ്ങി അങ്ങ് പോയി. എപ്പോ പോയി? നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥന കുറഞ്ഞപ്പം നമ്മൾ മൊബൈലും വാട്സപ്പും ഇന്റർനെറ്റും ഫേസ്ബുക്കും ഇതിന്റെയൊക്കെ ഉപയോഗം കൂടിക്കൂടി. ഇതൊക്കെ ഉപയോഗിക്കേണ്ടെന്നല്ല, ഇതിന്റെ ഉപയോഗം നമ്മുടെ തലയ്ക്ക് പിടിച്ചപ്പം നമ്മുടെ പ്രയർ ലൈഫ് എല്ലാം പോയി. പ്രയർ ലൈഫ് പോയി. അതുകൊണ്ട് ഒരു ചടങ്ങ് പോലെ നടക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ പ്രാർത്ഥന എങ്ങനെയാ? വയനാട്, നിങ്ങൾ വയനാട്ടിൽ വന്നിട്ടുള്ളവർക്കറിയാം, കോഴിക്കോട് കഴിഞ്ഞ് താമരശ്ശേരി കഴിഞ്ഞ് അത് അടിവാരം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. പിന്നെ ഒരു നല്ല ചുരമാണ്. ഈ ചുരത്തെ വണ്ടി കയറുന്ന പോലെയാണ് നമ്മുടെ പ്രാർത്ഥന. എങ്ങനെയാണ് ചുരത്തെ വണ്ടി കയറുന്നത് അറിയാമോ? 28 ടയറുള്ള ലോറി കയറിപ്പോവും. നമ്മൾ ബസ്സിന് ഇങ്ങനെ പോകുമ്പം ലോറിയെ ഓവർടേക്ക് ചെയ്യും. അപ്പൊ നമ്മളിങ്ങനെ നോക്കണം, സൈഡിൽ കൂടെ നോക്കുമ്പോൾ കാണാം വലിയ ലോഡും വഹിച്ചുകൊണ്ടുള്ള ലോറി മുക്കി മൂളി നിരങ്ങി ഇറങ്ങി അവിടെ എത്തും. ഈ ലോറി കയറുന്ന പോലെ നമ്മുടെ പ്രാർത്ഥന. എങ്ങനെയാ? ആദ്യത്തെ ഒരു കുറച്ചു നേരമൊക്കെ നല്ല ഒരു ശക്തി ഉണ്ടാവും. പിന്നെ മുക്കി മോളിയല്ല ആ മൂളി നിരങ്ങി ഇറങ്ങി എന്തായാലും അത് ഈശോമിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. ഇത് എന്ത് ചുരം കയറും, ഉറപ്പാണ്, എത്തിക്കും. നമ്മുടെ പ്രാർത്ഥന നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കിയേ, അത് വെറും നമുക്ക് തന്നെ മനസ്സിലാവാത്ത പ്രാർത്ഥനയാണ്.
നമ്മുടെ പ്രാർത്ഥനയെ. അതുകൊണ്ടാണ് ഞങ്ങളുടെ അടുത്ത് ഒരു ക്രിസ്ത്യാനിയായ ഒരു ചെറുപ്പക്കാരായ ഒരു ഭാര്യയും ഭർത്താവും 2 മക്കളും താമസിക്കും. അദ്ദേഹത്തിന്റെ വീടിനെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരാളുടെ പേരാണ്, ഒരു അക്രൈസ്തവന്റെ പേരാണ് രവി. അപ്പോൾ ഈ രവി എന്ന് പറഞ്ഞ ആള് സ്ഥലം വിറ്റ് ഇങ്ങോട്ട് വന്ന് താമസിക്കുന്ന ആളാ, വേറൊരു സ്ഥലത്തു നിന്ന് വന്നാണ്. അപ്പോൾ ഇയാള് സ്ഥലം വിറ്റ് പോരുന്നത് ക്രിസ്ത്യാനിയായ ഒരു ചേട്ടന്റെ വീടിന്റെ അടുത്തുനിന്നാണ്. അപ്പൊ ഇവരുടെ വീട്ടിലെ പ്രാർത്ഥന കേട്ട് ഈ രവിച്ചേട്ടനും പ്രാർത്ഥനയൊക്കെ അറിയാം, ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനയൊക്കെ അറിയാം, സ്വർഗസ്വനായ പിതാവെ അറിയാം, കേട്ടുള്ള പരിചയമാണ്. അവർ സ്ഥലം വിറ്റ് വന്ന് വീണ്ടും താമസമാക്കിയതും ക്രിസ്ത്യാനിയായ ഒരു ചെറുപ്പക്കാരായ ഒരു ഭാര്യയും ഭർത്താവും മക്കളും. ഇവർ തമ്മിൽ എന്നും വഴക്കാണ്. അപ്പൊ ഈ രവിച്ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പറയും, നിങ്ങൾ ഇങ്ങനെ പോകരുത് കേട്ടോ, നിങ്ങളുടെ പള്ളിയും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണം, നിങ്ങളുടെ പ്രശ്നം ഇങ്ങനെ പോകരുതെന്ന് പറയും. വീട്ടിൽ പ്രശ്നമാണേലും വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയുണ്ട്. അപ്പോൾ ഈ രവിച്ചേട്ടൻ ഇടയ്ക്ക് ഇവരുടെ പ്രാർത്ഥന ശ്രദ്ധിച്ചപ്പോൾ ഇങ്ങനെ കേട്ടു, ഞാൻ കണ്ടീഷനാണെന്ന് ഇവർ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കുറെ നേരം കേട്ടപ്പം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ രവിച്ചേട്ടൻ ചോദിച്ചു, നിങ്ങളാണേ ഒരു കണ്ടീഷൻ അല്ല, എന്നിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കണ്ടീഷനാണെന്ന് പറയുന്നു. ഞാൻ ഇതിനു മുമ്പും താമസിച്ചത് ഒരു ക്രിസ്ത്യാനിയായ ഒരു ചേട്ടന്റെ വീടിന്റെ അടുത്താണ്, നിങ്ങളും ക്രിസ്ത്യൻസ് ആണ്, അവര് പ്രാർത്ഥിക്കുന്ന പോലെ അല്ലല്ലോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നേ, ഞാൻ കണ്ടീഷനാണെന്ന് നിങ്ങൾ എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവര് പറഞ്ഞു, രവിച്ചേട്ടോ ഞാൻ കണ്ടീഷനാന്ന് പറഞ്ഞല്ല, സ്പീഡ് കൂടി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ കണ്ടീഷനായി. ഒരു കണ്ടീഷൻ അല്ലതാണ്. നമ്മുടെ പ്രാർത്ഥന അങ്ങനെയാണ്. ഇവർ ഈ അധിക സ്പീഡിൽ പോയാലെന്നറിയോ, പരസ്പരം കാണാൻ വേണ്ടിയാ. ഏത് പരസ്പരം? അയ്യോ, നിങ്ങൾക്കൊന്നും അറിയത്തില്ല, പാവങ്ങളാണ്, വളരെ നല്ലവരാണ്. അവരാ പരസ്പരം സീരിയലിന് ഒരു 12-15 മിനിറ്റ് ഉള്ളപ്പോഴായിരിക്കും ഇവിടുന്ന് പ്രാർത്ഥന സ്റ്റാർട്ട് ആക്കുന്നത്. സീരിയൽ തുടങ്ങുന്നതിന് മുമ്പ് ജപമാലയും തീർക്കണം, ലുത്തിനിയേയും ചെല്ലണം, ബൈബിളും വായിക്കണം. അത്ര സ്പീഡിൽ പിടിച്ചാലേ ഇവിടെ എത്തുള്ളൂ. അപ്പോൾ പ്രാർത്ഥനയുടെ സ്പീഡ് കൂടി ഞാൻ കണ്ടീഷനാണ് വളരെ കണ്ടീഷനാണെന്ന് പറഞ്ഞ് വിട്ടുപോവാണ്. ഇതാണ് നമ്മുടെ പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥനയുണ്ടല്ലോ, നമുക്ക് പോലും പിടികിട്ടാത്തൊരു പ്രാർത്ഥനയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, നമ്മുടെ പ്രാർത്ഥന കുറഞ്ഞപ്പം നമ്മുടെ കുടുംബത്തിൽ നിന്ന് പലതും നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടു പോയൊരു സംഭവം ഞാൻ പറയാം. എന്തായിരിക്കും അത്? സ്നേഹം. ലോകത്തിൽ ഏറ്റവും സ്നേഹമില്ലാത്ത വർഗം ആരാന്നറിയാമോ? ക്രിസ്ത്യാനികളാണ്. കൂടപ്പിറപ്പ് സ്നേഹമില്ലാത്ത ആർക്കാന്നറിയോ? നമുക്കാണ്. ചേട്ടൻ രക്ഷപ്പെട്ടു, ചേട്ടൻ ചിന്തിക്കുന്നു ഇനി അനിയൻ രക്ഷപ്പെടരുത്. ആര് ചിന്തിക്കുള്ളൂ? ക്രിസ്ത്യാനികളെ ചിന്തിക്കുള്ളൂ. ഞാൻ ദുബായ് ജോലിക്ക് പോയി. അപ്പോൾ എന്റെ സഹോദരൻ ചോദിക്കുവാണ്, ചേട്ടായി എനിക്കൊരു ജോലി. ഞാൻ പറയും, ഭയങ്കര ചൂടാടാ അവിടെ, നീ വരണ്ട, ശമ്പളമോ വളരെ കുറവ്. എന്റെ പേടി ചൂടല്ല, ഇവൻ അവിടെ എങ്ങാനും പോയി വല്ല പൈസയായി ജോലി വിട്ട് വീട് വെക്കോന്ന് എന്റെ ഉള്ളിനുള്ളൊരു പേടിയാ. എനിക്ക് എന്തില്ല? ഒരു സ്നേഹമില്ല. നമ്മുടെ ദൈവം നമ്മളെ പഠിപ്പിച്ചത് എന്താ? സ്നേഹം പ്രകടിപ്പിക്കാനാ പഠിപ്പിച്ചത്. കുരിശിൽ സ്നേഹം പ്രകടിപ്പിക്കുക ചെയ്തേ. ആണോ അല്ലയോ? അല്ലേ? ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഈശോ സ്നേഹം ഉള്ളിൽ വെച്ചിട്ട് അങ്ങനെ ജീവിക്കുന്ന ഒരാളല്ല, ആയിരുന്നില്ല. സ്നേഹം കുരിശിൽ പ്രകടിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കണം. ഒരു ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുമ്പോ, എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്, എനിക്ക് പ്രകടിപ്പിക്കാൻ അറിയില്ല, അത് ന്യായമല്ല. സ്നേഹം പ്രകടിപ്പിക്കണം. മക്കളോട് എനിക്ക് സ്നേഹമുണ്ട്, പക്ഷെ എല്ലാത്തിനും കുറ്റമേ പറയത്തുള്ളൂ. സ്നേഹം ഉള്ളി വെച്ചാ പോരാ, അത് കുടുംബത്തിൽ സ്നേഹിക്കേണ്ടവരെ സ്നേഹിച്ച് ആ സ്നേഹത്തെ പ്രകടമാക്കണം. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു സ്നേഹവും നമുക്കില്ല. ഞാനത് തെളിയിക്കാൻ പോവാണ്. ഏറ്റവും സ്നേഹമില്ലാത്ത വർഗമാണ് ക്രിസ്ത്യാനികൾ. നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങുന്ന എപ്പോഴാണെന്നറിയോ? മരിച്ചു കിട്ടണം. മരിച്ചു പെട്ടിക്കകത്തായാ പിന്നെ നമുക്ക് പ്രകടനം മുഴുവൻ അന്നേരമാണ്. മറ്റെല്ലാ മതങ്ങളെയും എടുത്തു നോക്കിക്കേ, മുസ്ലിംസിനെ എടുത്തു നോക്കിക്കേ, ഹിന്ദുസിനെ എടുത്തു നോക്കിക്കേ,
അവര് ജീവിച്ചിരിക്കുമ്പോ സ്നേഹിക്കും, മരിച്ചു കഴിഞ്ഞ് ഏതേലും കാട്ടിക്കൊണ്ടിടും, അല്ലെ കത്തിച്ചു കളയും. ആണോ? ഉദാഹരണം, മുസ്ലിംസിൽ ഒരാളാണെങ്കിൽ അവർ ജീവിച്ചിരിക്കുമ്പോ സ്നേഹിക്കും, നന്നായിട്ട് സ്നേഹിക്കും. മരിച്ചു കഴിഞ്ഞാലോ അവര് വലിയ താമസമില്ലാണ്ട് കർമ്മങ്ങൾ ചെയ്ത് അവര് സ്ഥലത്ത് കൊണ്ടുപോയി അടക്കും. അവരുടെ സെമിത്തേരി കണ്ടിട്ടുണ്ടോ? കാട് പിടിച്ചു കിടക്കും. അവര് വലിയ നോട്ടമൊന്നുമില്ല. അവരെപ്പോഴാ സ്നേഹിക്കുന്നത്? ജീവിച്ചിരിക്കുമ്പോ. ഒരു ഹിന്ദുസാണ് മരിക്കുന്നെങ്കിലോ, ഹിന്ദുക്കളാണ് മരിക്കുന്നത്, അവരും ജീവിച്ചിരിക്കുമ്പോ സ്നേഹിക്കും, മരിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കത്തിച്ചു കളയും, അല്ലെങ്കിൽ ഒരു കുഴിയിലടക്കും. അതൊന്നും നമ്മൾ ക്രിസ്ത്യാനികളുടെ സിമിത്തേരി കണ്ടാൽ ജീവിച്ചിരിക്കുന്നവർക്ക് തന്നെ മരിക്കാൻ തോന്നും. വളരെ നേരത്തെ മരിക്കണം, നമ്മൾ അറിയാതെ പ്രാർത്ഥിച്ചു പോകുന്ന ടൈപ്പിലാണ്, അടിപൊളി സിമിത്തേരികളാണ് നമ്മുടെ പള്ളികളിലുള്ളത്. കാരണം അതിന്റെ തെളിവെന്നറിയോ? നമ്മൾ ഒരാളെ സ്നേഹിക്കാൻ തുടങ്ങുന്നത് മരിച്ച് പെട്ടിക്കകത്തായി കഴിഞ്ഞാൽ നമ്മൾ പൂവക്കാൻ തുടങ്ങുന്നു, അലങ്കരിക്കാൻ തുടങ്ങുന്നു, കൊതുക് വരാതിരിക്കാൻ സാമ്പ്രാണി കത്തിക്കുന്നു, എന്തെല്ലാം ബെടാപ്പാടാ. ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ടത് പലതും നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ടേ ചെയ്യാൻ തുടങ്ങുള്ളൂ. ഞങ്ങളൊരു മരിച്ച വീട്ടിൽ പോയപ്പോ ഉണ്ടല്ലോ, അവിടെ ബൈബിള് വായിച്ചുകൊണ്ടിരിക്കും ഒരാള്. ഇപ്പം ബൈബിള് വായിച്ചിട്ട് ഇയാൾ വല്ലതും കേൾക്കാൻ പോകുന്നുണ്ടോ? ജീവിച്ചിരിക്കുന്ന സമയത്ത് ആരും കേൾപ്പിച്ചിട്ടില്ല. ഇപ്പൊ രാത്രിയും പകലും ഇങ്ങനെ ആൾക്കാർ മാറി മാറി ഇരുന്ന് പുള്ളി ഞാൻ ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ്, ഒരക്ഷരം കേൾക്കത്തില്ല. അന്നേരമാണ് ബൈബിൾ വായിച്ച് കേൾപ്പിക്കുന്നത്. ഒരു ഗുണമില്ല. നമ്മൾ ബൈബിൾ വായിച്ച് കേൾപ്പിക്കുന്ന ആളെ അടക്കാൻ കൊണ്ടുവന്നതിന് മുമ്പ് രാത്രിയും പകലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചുകൊണ്ടേയിരിക്കും. അതിന് 4 ജീവിച്ചിരിക്കും വായിക്കുകയല്ല. 1 നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയേ, നമ്മൾ ആരാ ജീവിച്ചിരിക്കുമ്പോ സ്നേഹിക്കുന്നത്? 1-2 കാര്യങ്ങൾ പറയാം. നമ്മൾ മരിച്ചു കഴിയുമ്പോഴാണ് ഒരാളെ കുറിച്ച് നല്ലത് പറയാൻ പോകുന്നത്. ഉദാഹരണം, ജീവിച്ചിരിക്കുമ്പോ നമ്മളൊരു കുഞ്ഞു മിസ്റ്റേക്ക് കണ്ടാൽ വരെ നമ്മളവിടെ മൈക്കെടുത്ത് പറയും. ഇപ്പം നമ്മൾ ചോറും കറിയും എല്ലാം ഉണ്ട്, ഒരു കറിക്ക് മാത്രം ഇച്ചിരി ഉപ്പില്ല, അന്നേരം നമ്മൾ മൈക്കെടുക്കും, ഉപ്പില്ലല്ലോ ഇതിന്. ആ ഉപ്പില്ല എന്ന് പറയാൻ നമ്മൾ മൈക്കെടുക്കും, മൈക്ക്. പക്ഷെ ഈ കറി നല്ലതാന്ന് പറയാൻ നമ്മളൊന്നും മൈക്കെടുക്കാനൊന്നും പോവില്ല. ഈ ചോറ് നല്ലതാ കേട്ടോ, ഇതാരാ വച്ചത്, നന്നായിരുന്നു, ആ മൈക്കെടുക്കില്ല, അത് ഇവിടെ വെക്കോളൂ, ഉള്ളി വെക്കോളൂ, പറയത്തില്ല. മരിച്ചു കഴിയുമ്പോൾ ആ മരിച്ച വീട്ടിലിരുന്ന് മരിച്ചു കഴിയുമ്പോഴേ ആശുപത്രിക്കാർ എന്ത് ചെയ്തറിയോ? ചെവിക്കാത്തൊരു 2 കിലോ പഞ്ഞി കയറ്റി വെക്കും, ഇനിയൊന്നും കേൾക്കാതിരിക്കാൻ. അത്രയും നാള് കേട്ടത് മതി. ഈ പഞ്ഞി നിറച്ച് തിരികെ കഴിയുമ്പോഴാ ആ വീട്ടിലുള്ളവർ ഇങ്ങനെ പറയുന്നേ, നല്ലൊരു മനുഷ്യനായിരുന്നു, ഇപ്പൊ ഒരക്ഷരം കേൾക്കത്തില്ല. അപ്പോഴാ നമ്മൾ നല്ലത് പറയുന്നു. അയ്യോ എന്ത് നല്ല അമ്മച്ചിയായിരുന്നു അറിയാമോ, ഭയങ്കരമായി പോയി. ജീവിച്ചിരിക്കുമ്പോൾ പറയേണ്ടതായിരുന്നു, പക്ഷെ നമ്മൾ മരിച്ച് പെട്ടിക്കാതായപ്പോഴാ പറയുന്നേ. അന്നേരമല്ല ഇത് പറയേണ്ടത്, ഇത് ജീവിച്ചിരിക്കുമ്പോൾ പറയണമായിരുന്നു. ഹല്ലേലൂയ. 2 നമ്മളെപ്പോഴാ ബാംഗ്ലൂരിൽ നിന്ന് പൂ വരുത്തുന്നത് എപ്പോഴാണെന്നറിയോ? മരിച്ചു കഴിയുമ്പോൾ ഒരാളുടെ മൂക്കിനകത്ത് മുഴുവൻ പഞ്ഞി കയറ്റും. അങ്ങ് പഞ്ഞി കയറ്റി നിറച്ചു വെക്കുമ്പോഴാണ് നമ്മൾ, ഒരിക്കലും മണമറിയാൻ ഇനി പറ്റത്തില്ല. അന്നേരമാണ് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് 5000, 10,000 രൂപയുടെ പൂ വരുത്തി ഊട്ടി ഫ്ലവർ ഷോ പോലെ അങ്ങ് ആക്കും ഈ പെട്ടി. നമുക്കൊരു സെൽഫി എടുത്താലോ എന്ന് വരെ തോന്നും. ചിലപ്പോ ഒരു സെൽഫി അങ്ങ് എടുത്താലോ, അതേ ലെവലിൽ നമ്മളാക്കും. ഇപ്പൊ അതിന് പ്രത്യേക ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പം അതായത് ഒരാൾ പറഞ്ഞു, ഇങ്ങനെ മരിച്ചു കിടന്നപ്പോൾ പറഞ്ഞു, ജീവിച്ചിരിക്കുമ്പോ നേരെയാകാത്തവര് മരിച്ചു കഴിഞ്ഞാൽ നേരെയാവും, ഉറപ്പാണ്. ശരിയാണോ? അതായത് ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും നേരെ, ആരും പറഞ്ഞാലും കേൾക്കൂല, ഉപദേശിച്ചാലും ഇഷ്ടമല്ല, അങ്ങനെയുള്ള ഒരാളും മരിച്ചാലും ആ ആശുപത്രിക്കാരെന്ത് ചെയ്യും? നേരെയാക്കിയ കുഴി വെക്കുള്ളൂ, നേരെ വാട്ടർ ലെവൽ നേരെയാക്കും. അതുകൊണ്ട് ആരും ജീവിച്ചിരിക്കുമ്പോൾ നേരെയാകില്ല എന്നോർത്ത് വിഷമിക്കണ്ട. മരിച്ചു കഴിഞ്ഞാൽ നേരെയാകും, ഉറപ്പായിട്ട് നേരെയാകും. നേരെ കുഴിയിലേക്ക് പോകും, അവിടെ നേരെ നരകത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. നേരെ എല്ലാം കറക്റ്റ് ആയിട്ടായിരിക്കും പോകും. പറഞ്ഞേ ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോഴാണ് നമ്മൾ പൂ വരുത്തുന്നത്. ഇനി എപ്പോഴാ ഒരമ്മച്ചി പറഞ്ഞു, എടാ ഇവിടെ മുഴുവൻ കൊതുകാടാ, നീ കുറച്ച് കൊതുകുതിരി മേടിച്ചോണ്ട് വാ പോയിട്ട് വരുമ്പോ. ഇവൻ എല്ലാ ദിവസവും പറയും, അയ്യോ അമ്മ മറന്നുപോയി, അയ്യോ അമ്മ മറന്നുപോയി. എല്ലാ ദിവസവും മറക്കലാണ്. ഈ അമ്മച്ചി മരിച്ചു കഴിഞ്ഞാലോ ഒരു 100 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു കൊതുകും വരാത്തത്ര പുകയ്ക്ക് ഇവിടെ
പുകയോട് പുകയായിരിക്കും. ഒരു സാമ്പ്രാണി തീരുന്നതിനും അടുത്ത സാമ്പ്രാണി. അവിടെ നിന്നൊരു മരിച്ച് പെട്ടിക്കകത്ത് കിടക്കുന്നവൻ ഇപ്പൊ കൊതുകിന് പോലും വേണ്ട. അന്നേരമാണ് നമ്മൾ കൊതുക് തിരി കത്താൻ തുടങ്ങുന്നത്. എല്ലാം നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ടാ പലതും ചെയ്യുന്നത്. ഇനി എപ്പോഴാ നമ്മള് നല്ല ഭക്ഷണം വിളമ്പുന്ന ഒരു സ്ഥലം എപ്പോഴാ? മരിച്ച് 41 ഇങ്ങ് വരട്ടെ. അയ്യോ, നമ്മൾ തന്നെ ചിന്തിക്കും, ചേട്ടാ ഒത്തുകല്യാണമാണോ ഇവിടെ? കോഴി പൊരിച്ചത്, കാട വറുത്തത്, ചാറൊഴിക്കട്ടെ, എന്തെല്ലാം ബഹളങ്ങൾ. 41 പോലും. 41 ജീവിച്ചിരിക്കുമ്പോൾ എടാ ഇച്ചിരി ഇറച്ചി മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിക്കടാന്ന് പറഞ്ഞ ആൾക്കാരാണ് ആ മരിച്ചുപോയ ആൾക്ക് വേണ്ടി 41 ഇറച്ചി വിളമ്പും. ജീവിച്ചിരിക്കുമ്പോൾ ഒരു ചെരുപ്പ് പോലും മേടിക്കാത്തവർ മരിച്ചു കഴിയുമ്പോൾ ഷൂ മേടിച്ചു കൊടുക്കും. ഷൂ മരിച്ച ആൾക്കാർ ഇംഗ്ലീഷ് മേടിച്ച് സ്കൂളിൽ പോകുന്ന പോലെയാ കിടക്കുന്ന പെട്ടിക്കകത്ത്. ഷൂ കിട്ടായിരിക്കും കിടക്കണേ. നമ്മൾ വിചാരിക്കും എന്ത് ദൈവം 12,000 രൂപ ഷൂ ആണല്ലോ ഇത് കിടക്കുന്നത്. എന്നാലും ജീവിച്ചിരിക്കുമ്പോൾ ഒരു വള്ളിച്ചെരുപ്പ് പോലും മേടിച്ചു കൊടുക്കാത്തവർ മരിച്ചു കഴിയുമ്പോൾ ഷൂ മേടിച്ചു വിടും. മരിച്ചു കഴിഞ്ഞിട്ട് ഒന്നും വേണ്ടത്. ഇനി ഏറ്റവും കൂടുതൽ തുണി എടുക്കുന്ന എപ്പോഴാണെന്നറിയോ? ജീവിച്ചിരിക്കുമ്പോഴല്ല, പിന്നെ എപ്പോഴാ? മരിച്ചു കഴിയുമ്പോൾ തുണിയോട് തുണി. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? ജീവിച്ചിരിക്കുമ്പോഴാണ് തുണി വേണ്ടത്, മരിച്ചു കഴിഞ്ഞ് തുണി വേണ്ട. നോ പ്രോബ്ലം. മരിച്ചു കഴിഞ്ഞപ്പോ എന്തിനാ തുണി? ജീവിച്ചിരിക്കുമ്പോ നമുക്ക് തുണി എടുത്ത് കൊടുക്കത്തില്ല. മരിച്ച വീട്ടിൽ പോയി നോക്കിക്കേ, ദൈവമേ, എല്ലാരും വരുന്നത് ഓരോ തുണിക്കടയുടെ പേര് ഗംഗാ ടെക്സ്റ്റൈൽസ്. കൂടെ അവിടെ ഇടുന്നു, തുണി പുതപ്പിക്കുന്നു. തുണിയോട് തുണി. ഇത്രയും തുണി പുള്ളി കാണുവാണെങ്കിൽ പുള്ളി ഒരു മാസം കൂടെ ജീവിച്ചിരുന്നേരെന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. ഇത്രയും തുണി, ഫുൾ തുണി, തുണിയോട് തുണി. ജീവിച്ചിരിക്കുമ്പോ മേടിച്ചു കൊടുക്കേണ്ടതാണ് തുണി, അന്നേരം മേടിച്ചു കൊടുക്കൂല. മരിച്ചു കഴിഞ്ഞിട്ട് തുണി, മരിച്ചു കഴിഞ്ഞിട്ട് ഭക്ഷണം. ഇനി എപ്പോഴാ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന ഒരു സ്ഥലം? എപ്പോഴെപ്പോഴാ? ഇപ്പൊ എടുക്കുന്ന ഫോട്ടോയുടെ പേരൊക്കെ എന്താണ്? ഇപ്പൊ ഞാനും എന്റെ വളരെ പ്രിയപ്പെട്ട ആൾ സെൽഫി എടുക്കുള്ളൂ. ഗ്രൂപ്പ് ഫോട്ടോ അവിടെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് തിരിയും, അപ്പുറത്തൊരാളുടെ അങ്ങോട്ട് തിരിയും. ഇപ്പൊ എടുക്കുന്ന ഫോട്ടോയുടെ, ജീവിച്ചിരിക്കുമ്പോൾ എടുക്കുന്ന ഫോട്ടോയുടെ പേരാണെന്ത്? സെൽഫി. മരിച്ചു കഴിഞ്ഞാൽ എടുക്കുന്ന ഫോട്ടോയുടെ പേരാണെന്ത്? ഗ്രൂപ്പ് ഫോട്ടോ. ഇപ്പൊ മരിച്ച വീട്ടിൽ പോയാലാണ് ഗ്രൂപ്പ് ഫോട്ടോയും അതുമായി സംബന്ധിച്ച കോമഡിയും കാണാൻ പറ്റും. നമ്മൾ മരിച്ചു വീട്ടിൽ പോയി നോക്കിക്കോ. മരിച്ചു വീട്ടിൽ സാധാരണയൊക്കെ ചെല്ലുമ്പോൾ സീറോ മലബാർ ക്രമത്തിലാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അവിടെ ആ മരിച്ച ആളെ അവിടെ കിടത്തിയിട്ടുണ്ടാവും. 2-3 പേര് അവിടെ വിഷമിച്ചിരിക്കുന്നുണ്ടാവും. ശകലം വിഷമേ ഉണ്ടാവുള്ളൂ. അകത്തേക്ക് കയറി നോക്കുമ്പോൾ ഓരോ മുറികളിൽ കൂടെ അകത്ത് ലോക വിവരങ്ങൾ, അമേരിക്കൻ പ്രസിഡന്റിനെ മാറ്റിയെന്ന് വരെ പറയുന്ന ആൾക്കാർ അകത്തിരിപ്പുണ്ട്. പ്രിയങ്ക ഗാന്ധി വന്നു എന്ന് പറഞ്ഞാൽ ഇലക്ഷനെ കുറിച്ച് പറയുന്നവർ അപ്പുറത്തെ മുറിയിലുണ്ട്. എല്ലാ വിവരങ്ങളും പറയുന്നവർ അകത്തുണ്ടാകും. ഇനി പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഈ പെട്ടി കിടക്കുന്ന ആളെ എടുത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് പ്രാർത്ഥന കഴിഞ്ഞ് കുറച്ചു നേരമേ ഒരു സംഭവമുണ്ട്. ആ കുറച്ചു നേരം സമയത്ത് പെട്ടെന്ന് അവിടെ ഒരാൾ വരും. ഈ ബോഡി ഇമിനി എടുത്ത് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന സമയത്ത് ഒരാൾ വരും. അവിടെ വന്നിട്ട് പിന്നെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല. ഇനി തൊട്ട് ശ്രദ്ധിക്കണം. എപ്പോഴേലും പോവുകയാണെങ്കിൽ അവിടെ ഒരാൾ വന്നിട്ട്, എടാ ആ തങ്കച്ചനെ വിളിച്ചേടാ, തങ്കച്ചനെ വിളിച്ചേ, മേരിയുടെ അവളോട് വരാൻ പറ, എടാ പിള്ളേരെ വരാൻ പറ. എന്നത്തിനാ ഇപ്പൊ വിളിക്കുന്നേ? ഈ തങ്കച്ചനെ മേരിനെയും വിളിക്കുന്ന എന്തിനാ? ഇവിടെ നിർത്തി ഒരു ഫോട്ടോ. അപ്പൊ നമ്മൾ നോക്കും, ദേവി ആരാണ് അപ്പൊ? തങ്കച്ചൻ. ആ തങ്കച്ചനും മേരി എല്ലാം കൂടി ഇവിടുന്ന് വരുമ്പം അത്യാവശ്യം നല്ല പ്രസാദത്തിലായിരിക്കും ഇങ്ങ് വരുന്നത്. ഈ പെട്ടിയോട് അടുത്തടുത്ത് വരുമ്പോ അവരുടെ മുഖം ഒപ്പീസ് പോലെ ആക്കും. അപ്പൊ നമുക്ക് തോന്നും, ദൈവമേ, മമ്മൂട്ടി മോഹൻലാലിന്റെ ഒക്കെ അതേ അഭിനയിക്കാനുള്ള കഴിവ് ഈ തങ്കച്ചേട്ടനും മേരി ചേച്ചിക്ക് ഉണ്ടായിരുന്നില്ല. ഇവരെന്താ സിനിമയിൽ എടുക്കാഞ്ഞാവോ? അതിനേക്കാൾ അഭിനയിക്കാൻ കഴിവുള്ളവരാണ്. അപ്പൊ ചിലപ്പോ നിങ്ങൾ പറയും, ഇച്ചിരി അഭിനയിക്കാൻ അറിയാവുന്നോണ്ടാ പിടിച്ചു നിൽക്കുന്നതെന്ന്. കറക്റ്റ് ആണത്. മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെ അത്രയും നമുക്ക് അഭിനയിക്കാൻ അറിയത്തില്ലേലും കുറച്ചൊക്കെ അഭിനയിക്കാൻ എല്ലാവർക്കും അറിയാം. അങ്ങനെ അവിടെ നിന്ന് ഒരു ഫോട്ടോയൊക്കെ എടുത്ത് മുഖമൊക്കെ ഏകദേശം ഒരു ദുഃഖഭാവത്തിലൊക്കെ ആക്കി ചിരിച്ചോണ്ട് അങ്ങ് പോകും. ഇതാണ് നമ്മുടെ വീട്ടിൽ നമുക്ക് ഒരു സ്നേഹവും ഇല്ല. ഞാൻ ഞങ്ങളുടെ താമസിക്കുന്ന സ്ഥലത്ത് ജസ്റ്റ് റോഡിന്റെ അടുത്ത് നിൽക്കുക. അപ്പോൾ ഒരു ബൈക്കുകാരൻ പെട്ടെന്ന് അങ്ങ് കടന്നുപോയി. ബ്രേക്ക് പിടിച്ചിട്ട്, അധികം ബ്രേക്ക് ഇല്ലാത്ത വണ്ടിയാ, അതുകൊണ്ട് നിന്നില്ല. കുറച്ച് മുന്നോട്ട് പോയിട്ട് അദ്ദേഹം തിരിച്ചു വരണ്ടല്ലോ എന്ന് വിചാരിച്ച് എന്നോട് ഹെൽമെറ്റ് ഇങ്ങനെ പൊക്കിയിട്ട് പറഞ്ഞു, അച്ഛാ നമ്മുടെ ആ ചേട്ടൻ രാത്രിക്ക് ഔട്ടായി പോയി എന്ന് പറഞ്ഞു. ഏത് ചേട്ടൻ എന്ന് ചോദിച്ചാൽ അയാൾ പറഞ്ഞോണ്ട് വണ്ടി എടുത്ത് പോയി. ഞാൻ അപ്പുറത്തെ കടയിൽ പോയി അന്വേഷിച്ചു, ദൈവം ഏത് ചേട്ടനാണ് ഈ രാത്രിക്ക് ഔട്ടായി പോയത്? അപ്പോൾ ആ ചേട്ടൻ പറയാം, കടക്കാരൻ പറഞ്ഞു, അച്ഛാ ഔട്ടായി പോയതല്ല, ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചതാണല്ലോ. ആരാ ഔട്ടായി എന്ന് പറഞ്ഞത്?
അപ്പൊ ഞാൻ പറഞ്ഞു, ആ പോയൊരു പുള്ളി പറഞ്ഞു ഔട്ടായി പോയി. ഞാനാണ്, എനിക്കറിയാവുന്ന പുള്ളി ക്രിക്കറ്റ് കളി അറിയത്തില്ലെന്ന് എനിക്കറിയാം. ക്രിക്കറ്റ് കളി അറിയുന്നവരാണ് ഔട്ടായി പോകുന്നത്. ഒരാൾ മരിക്കുമ്പോ പോലും ആൾക്കാർ പറയും ഔട്ടായി പോയി. ഔട്ട്, ആ വാക്ക് തന്നെ സൂചിപ്പിക്കുന്നത് മനുഷ്യര് തമ്മിലുള്ള സ്നേഹം പോയി എന്നാ. പറഞ്ഞേ ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ച്, എപ്പോഴാ ഉമ്മ കൊടുക്കുന്നത്? എപ്പോഴാ ഇപ്പൊ ഉമ്മ കൊടുക്കുന്നത്? ജീവിച്ചിരിക്കുമ്പോൾ ആ ഉമ്മ കൊടുക്കും. ഇവിടെയുള്ള ആൾ ഉമ്മ കൊടുക്കുന്നത് കോയമ്പത്തൂരുള്ള ഒരുത്തരായിരിക്കും രാത്രി 2:30. ഇവിടെയുള്ള ഒരാൾ ഊട്ടിയിലുള്ള ഒരുത്തിക്ക് ഉമ്മ കൊടുക്കും. വീട്ടിലുള്ളവർക്ക് കൊടുക്കേണ്ടവർക്ക് കൊടുക്കുവോ? കൊടുക്കേണ്ടവർക്ക് ഒരിക്കലും കൊടുക്കത്തില്ലത്. കൊടുക്കും എപ്പം? മരിച്ചു പെട്ടിയിലായി ആ കുഴിയുടെ അടുത്ത് കൊണ്ടുപോയി വെക്കുമ്പം ഉമ്മ കൊടുക്കൽ ചടങ്ങിന് ക്യൂ നിൽക്കും ആൾക്കാർ. ഇവിടുന്ന് അങ്ങ് അപ്പുറത്ത് ആശ്രമം വരെ ആൾക്കാർ ക്യൂ. എന്തിനാ? ഉമ്മ കൊടുക്കാനുള്ള ആൾക്കാരുടെ ക്യൂ ആ. ഇത്രയും ഉമ്മ കൊടുക്കാൻ ആൾക്കാരുണ്ടായിരുന്നെ പുള്ളി ഒരു 3 വർഷം കൂടെ ജീവിച്ചിരുന്നേനെ. ഇത്രയും ഉമ്മ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. ശ്രദ്ധിച്ച്, ഇതൊക്കെ ജീവിച്ചിരിക്കുമ്പോ കൊടുക്കേണ്ടതാ. ഇതൊക്കെ ജീവിച്ചിരിക്കുമ്പോ കിട്ടേണ്ടതാ. ഇതൊക്കെ നമ്മൾ എപ്പോഴേ കൊടുക്കുള്ളൂ? മരിച്ചു കഴിഞ്ഞിട്ട്. മരിച്ചു കഴിഞ്ഞിട്ട് മനുഷ്യന്റെ സ്നേഹം എന്തിനാ? മരിച്ചു കഴിഞ്ഞിട്ട് സ്നേഹം വേണ്ട. ജീവിച്ചിരിക്കുമ്പോ സ്നേഹിക്കണമെന്നാണ് നമ്മുടെ ദൈവം നമ്മളെ പഠിപ്പിച്ചത്. ദൈവവചനം കേൾക്കുന്നത് മരിച്ചു കഴിഞ്ഞിട്ട് കുറെ സ്നേഹിക്കണമെന്ന് പറയാനല്ല, ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തിക്ക്. പ്രിയപ്പെട്ട ശ്രദ്ധിച്ചേ, നമ്മുടെ കുടുംബത്തിൽ ഈ സ്നേഹം പോകാനുള്ള ഒരു കാരണം എന്താണെന്നറിയോ? നമ്മുടെ കയ്യിൽ മൊബൈൽ വന്നു, 4G ആയി, വാട്സപ്പ് ആയി, ഫേസ്ബുക്ക് ആയി. ഇതൊന്നും ഉപയോഗിക്കേണ്ടതല്ല, ഇതെല്ലാം ഒരു ലിമിറ്റ് വെച്ചുകൂടെ നിർത്തേണ്ടത് കൂടിയാ. ഇതൊക്കെ ഇപ്പൊ നമ്മളെ ഭരിച്ചോണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്ക് എന്ത്, കുടുംബത്തിൽ പ്രാർത്ഥന ചെല്ലുമ്പോ പോലും നമ്മൾ മെസ്സേജ് നോക്കി, വാട്സപ്പ് നോക്കി, ഫേസ്ബുക്ക് നോക്കി നമ്മുടെ പ്രാർത്ഥന പലതും. ഈ പ്രാർത്ഥനയുടെ കുറവ് നമ്മുടെ കുടുംബത്തിൽ ദൈവിക ദാനമായി നിലകൊള്ളുന്ന സ്നേഹത്തിന്റെ കൂട്ടായ്മയെ തകർത്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, നമ്മളുടെ കുടുംബത്തിൽ പ്രാർത്ഥനയുടെ അളവ് കൂട്ടണം. പറഞ്ഞേ ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ഒരു കാര്യം, ഞാൻ ഒരു കാര്യം, എന്നെ ബോധ്യമുള്ളൊരു കാര്യം പറയാം. പ്രാർത്ഥിച്ചാൽ കിട്ടാത്ത ഒരനുഗ്രഹവും ഈ ലോകത്തിലില്ല. ഹല്ലേലൂയ. ഒന്നും കൂടെ പറയാം, പ്രാർത്ഥിക്കാൻ ഭയങ്കര പാടാണ്. പക്ഷെ പ്രാർത്ഥിച്ചാലുണ്ടല്ലോ, കിട്ടാത്ത ഒരനുഗ്രഹവും ഈ ലോകത്തിലില്ല. ഒരനുഗ്രഹവും ഇല്ല. പ്രാർത്ഥിച്ചാൽ എന്തു കാര്യവും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. എങ്ങനെ നേടിയെടുക്കാൻ പറ്റും? പ്രാർത്ഥനയിൽ നേടിയെടുക്കാൻ പറ്റും. പറഞ്ഞേ ഹല്ലേലൂയ. അതിന് നല്ലൊരു ദൈവവചനത്തിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. അതാണ് നിങ്ങൾക്കറിയാവുന്ന ദൈവവചനമാണ്. മർക്കോസിന്റെ സുവിശേഷം. മർക്കോസിന്റെ സുവിശേഷത്തിൽ ഈശോ 10-ാം അധ്യായം 46 മുതലുള്ള തിരുവചനങ്ങൾ. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതലുള്ള തിരുവചനങ്ങൾ. ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 10:46. എന്താണ് അതിന്റെ ഹെഡിങ് എന്നറിയാവോ? ഈശോ അന്ധനായ ഒരു യാചകന്റെ കണ്ണ് സുഖമാക്കി കൊടുക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് കാണാതെ മനസ്സിലായി. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധയോടെ കേൾക്കണം. ഇങ്ങനെ നിങ്ങളൊന്ന് കേട്ടു നോക്കുകയെ, ഒരു ഭിക്ഷക്കാരന്റെ പേരെന്തിനാ ഇത്രയും നല്ല വേദപുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്? അതൊരു ഭയങ്കര അത്ഭുതമല്ലേ? അന്നത്തെ കാലത്ത് ഭിക്ഷയെടുക്കുന്നവന്റെ ഒരു പേര് ബൈബിളിനകത്ത് എഴുതി വെച്ചിരിക്കുക. എത്രയോ ഡോക്ടറേറ്റ് ഉള്ള പഠിത്തമുള്ള വൈദികര്, ദൈവശാസ്ത്രജ്ഞന്മാരും ഇരുന്ന് ആലോചിച്ചിട്ടും ഈ ഭിക്ഷക്കാരന്റെ പേര് അവിടെ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുമില്ല. ഇയാളുടെ പണി ഭിക്ഷയെടുക്കലാണ്. പക്ഷേ ബൈബിളിൽ ആ വ്യക്തിയുടെ പേര് ഇതിന്റെ അകത്ത് എഴുതി വച്ചിരിക്കുന്നു. പേരെന്താണ്? ബർത്തേമ്യൂസ്. ആലപ്പുഴക്കാർക്ക് വരെ അറിയാം അയാളുടെ പേര്. 2018 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരാളുടെ പേര് ഇന്ന് ജീവിക്കുന്ന നിങ്ങൾക്ക് പോലും അറിയാമെങ്കിൽ എന്തോ ഒരു കാരണമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. വളരെ ശ്രദ്ധിച്ചു കേട്ടാൽ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം കൂടും, പ്രാർത്ഥിക്കാനുള്ള കൃപ നമുക്ക് കൂടും, പ്രാർത്ഥിക്കാനുള്ള ഒരു ആവശ്യകത നമ്മൾ മനസ്സിലാക്കും.
അതായത് ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഈശോ നടന്നു പോകുമ്പോൾ വഴിയരികിൽ ഭിക്ഷയെടുത്തുകൊണ്ടിരുന്ന ഒരു യാചകൻ ആരോ പറഞ്ഞ് അറിഞ്ഞു യേശു ഇതിലെ കടന്നു പോകുന്നു എന്ന്. ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഉടനെ ഈ വ്യക്തി ഈശോയാണെന്നറിഞ്ഞപ്പം മുതൽ അവിടെ ഇരുന്നോണ്ട് വിളിക്കുവാണ്, യേശുവേ എന്ന്. യേശുവേ എന്ന് വിളിച്ചു. വിളിച്ചപ്പം ഈശോയാണോ വിളി കേട്ടത്, അതോ അവിടെയുള്ള ആളുകൾ പ്രതികരിക്കുവാണോ ചെയ്തേ? വഴിയരികിൽ ഇരിക്കുന്ന ഒരാൾ യേശുവേന്ന് വിളിച്ചപ്പം ഈശോയോട് കൂടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം കൂടെ അവന്റെ എതിരെ തിരിഞ്ഞിട്ട് അവന്റെ വാ അടപ്പിക്കാൻ നോക്കി. ഇന്നും അങ്ങനെയാണ്. എന്നും പ്രാർത്ഥിക്കുന്ന ഒരാൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ എല്ലാരും കുതിര കയറുന്ന അയാളുടെ പുറത്തേക്കായിരിക്കും. എല്ലാം കളിച്ച് കെണിച്ച് അവന്റെ തലയിൽ വെക്കും. നമ്മുടെ എല്ലാം പരിശ്രമം അയാളുടെ പ്രാർത്ഥന എങ്ങനെ ഇല്ലാതാക്കാം, അയാളെ എങ്ങനെ ശാസിക്കാം. ഇതുപോലെ ചിന്തിച്ച ഒരു കൂട്ടം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവര് ചോദിക്കണം, മിണ്ടാതിരിക്കാൻ പറഞ്ഞു അവരോട്. ഇവർക്ക് എന്നാ ഛേദം? അയാൾ അവരെ അല്ലല്ലോ വിളിച്ചത്, യേശുവിനെ അല്ല വിളിച്ചത്. ഇനി എന്നെ സ്വാധീനിച്ചൊരു കാര്യം പറയട്ടെ. ഈശോ ഒരിക്കൽ പോലും പറഞ്ഞില്ല, മിണ്ടാതിരിക്കടാ അവിടെ, നീ എന്തിനാ ഒച്ച വെക്കുന്നേ? ഈശോ പറഞ്ഞില്ല, ഈശോയുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ പറഞ്ഞുള്ളൂ. അതിന്റെ അർത്ഥം എന്താ? ഈശോ പ്രാർത്ഥിക്കുന്നതിന് സപ്പോർട്ടാണ്. ഹല്ലേലൂയ. ഒന്നും കൂടെ കേട്ടെ, ഈശോ പ്രാർത്ഥിക്കുന്നവരെ ഈശോ എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അവരെ ഒരിക്കലും തളർത്തില്ല, മിണ്ടാതിരിക്കാൻ പറയില്ല. മനുഷ്യര് തളർത്തും. ഇത് നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നവരോ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ളവരോ ഒക്കെ ഈ ദൈവവചനം കേൾക്കുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ വീട്ടിലുള്ളവർ തന്നെ പറയും, നിങ്ങളുടെ അയൽവാസികൾ പറയും, നിങ്ങളുടെ പള്ളിക്കാർ ചിലപ്പോൾ പറയും, നിങ്ങളുടെ പഞ്ചായത്തിലുള്ളവർ പറയും, നിങ്ങളുടെ ഒരു പ്രാർത്ഥന എവിടെ എപ്പോഴും ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഓടുന്നേ, നമ്മുടെ വായ അടപ്പിക്കാൻ നോക്കും. ഇവിടെ ഈ വ്യക്തി ഇവര് പറഞ്ഞ കേട്ടിട്ട് പ്രാർത്ഥന നിർത്തിയായിരുന്നെങ്കിൽ വല്ല അത്ഭുതം നടക്കുമായിരുന്നോ ഇല്ലയോ? ആദ്യം തന്നെ പ്രാർത്ഥിച്ചപ്പോൾ ആൾക്കാർ പറഞ്ഞു മിണ്ടാതിരിക്കാൻ. ഇവരുടെ അഭിപ്രായം കേട്ടിട്ട് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നിർത്തിയാൽ, ഒരു കാര്യം ആത്മാവിൽ പ്രവചിക്കുന്നു, മനുഷ്യരുടെ വാക്ക് കേട്ട് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നമ്മൾ കളഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ചലിക്കില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. നോക്കിക്കേ, ഈ വ്യക്തി കുറച്ചുകൂടെ, അപ്പൊ ഈ രണ്ടാമത് വിളിക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഇച്ചിരി തൊലിക്കട്ടിയുള്ളവരാണ്, പിന്നെ തൊലിക്കട്ടിയുള്ളവരെ അങ്ങനെ ചെയ്യുള്ളൂ. ഒരാൾ കുറെ പേര് നമ്മളോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ നമ്മൾ അന്നേരം പിന്നെ മിണ്ടാതിരിക്കും. ഈ മനുഷ്യനുണ്ടല്ലോ, രണ്ടാമത് വിളിക്കുമ്പോ കുറച്ചുകൂടി ഒച്ചത്തിലാ വിളിച്ചേ. ഹല്ലേലൂയ. ഈ രണ്ടാമത് വിളിച്ചത് ഒന്നാമത് പറഞ്ഞപ്പോ തന്നെ മിണ്ടാതായിരുന്നാൽ ഉറപ്പായിരുന്നു ഇയാൾക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ലെന്ന്. പക്ഷെ രണ്ടാമത് വിളിച്ചപ്പം കൂടുതൽ ഒച്ചത്തിൽ വിളിക്കാനുള്ള കാരണം അയാളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഈ ദൈവം എന്നെ രക്ഷിക്കുമെന്ന ഉറപ്പുണ്ടായിരുന്നു. ഹല്ലേലൂയ. നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, ദൈവവചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ആ ഉറപ്പ് കുറെ പേർക്ക് കുറവായിരിക്കും. വലിയ ഉറപ്പൊന്നും ഉണ്ടായിരിക്കത്തില്ല, എന്നാലും അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എന്നാൽ പ്രാർത്ഥിക്കുന്ന നിങ്ങളിൽ നല്ല ഒരു ഉറപ്പ് വേണം, എന്റെ ദൈവം എന്നെ സഹായിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ ഈശോ രണ്ടാമത് വിളിച്ചു. വീണ്ടും അവൻ കൂടുതൽ ഒച്ചത്തിൽ വിളിച്ചപ്പം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അതിനകത്ത് അഡ്ജക്റ്റീവ് ഉണ്ട്. ഈശോ നിന്നു എന്നല്ല എഴുതിയിരിക്കുന്നത്, അവിടെ ഒരു അഡ്ജക്റ്റീവ് ഇട്ടിട്ടുണ്ട്. എന്താ അഡ്ജക്റ്റീവ്? ഈശോ പെട്ടെന്ന്. ഹല്ലേലൂയ. അതെന്തിനാ പെട്ടെന്ന്? സഡൻ ബ്രേക്ക് ഇടുമ്പോഴാ വണ്ടി പെട്ടെന്ന് നിൽക്കുന്നത്. പെട്ടെന്ന് നിന്നു. എന്തുകൊണ്ടാ? ഈശോ എവിടെയാ നിന്നത്? ഈശോ എവിടെയാ നിന്നത്? അന്നത്തെ ഏറ്റവും വലിയൊരു പണക്കാരന്റെ വീട് അവിടെ ഉണ്ടായിരുന്നു. അയാളുടെ വീടിന്റെ കൃത്യം മുമ്പിലെത്തിയപ്പോൾ ഈശോ പെട്ടെന്ന് നിന്നു എന്ന് എഴുതിയിട്ടില്ല.
അതിലേക്ക് കടന്നുപോയപ്പോൾ അവിടുത്തെ രാജാവ് അതിലേക്ക് കടന്നു പോകുന്നുണ്ടായിരുന്നു. അവന്റെ മുമ്പിൽ ഈശോ നിന്നു എന്ന് എഴുതിയിട്ടില്ല. ഈശോ ഒരു പണക്കാരന്റെ മുമ്പിലല്ല നിന്നത്, ഒരു വലിയ എഡ്യൂക്കേഷൻ ഉള്ള ഒരാളുടെ മുമ്പിലല്ല, സ്വാധീനമുള്ള ഒരാളുടെ മുമ്പിലല്ല. ഈശോ നിന്നത് പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിലാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി വളരെ ശ്രദ്ധിച്ചേ, പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ ഈശോ നിന്ന് കാണിച്ചു അന്ന്. അതിന്റെ അർത്ഥം എന്നാ? ഇന്നും നമ്മൾ ഹൃദയം നുറുങ്ങി വിളിച്ചാൽ ഇതേ ദൈവം എന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിലും നിൽക്കും എന്നല്ലേ? ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ ഈശോ നിൽക്കും. ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് ദൈവം നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ ദൈവവചനം പറയാനുള്ള ശക്തി കിട്ടിയത്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം എന്ന വണ്ണം ദൈവം നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവം നിന്നു, ദൈവം നിൽക്കും. അന്നൊരു പ്രാവശ്യം അല്ല നിന്നെ, ഇനിയും 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 നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ വിഷയത്തിന്റെ മുമ്പിൽ ഈ ദൈവം നിൽക്കും. എന്നിട്ട് നിന്നിട്ട് ചോദിച്ചേനാ നോക്കിക്കേ. ഈശോ പറയൊരു കാര്യമാണ്, അവനെ വിളിക്കാൻ പറഞ്ഞു. അവൻ ഓടി വന്നിട്ട് അവനോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഈശോ നിന്റെ ആഗ്രഹം എന്നാ? നിനക്കു വേണ്ടി ഞാൻ എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിച്ചേ, നിങ്ങളുടെ ഉള്ളിൽ എന്തേറെ ആഗ്രഹങ്ങളാ. ആഗ്രഹങ്ങൾ ദൈവം സാധിച്ചു തരണമെങ്കിൽ എന്തു വേണം? എന്തു വേണം? പ്രയർ. ഹല്ലേലൂയ. ഇവിടെ ഏത് ആഗ്രഹമാ സാധിച്ചു കിട്ടിയേ? ഒരു പ്ലസ് ഉണ്ടായിരുന്നു. ആഗ്രഹം മാത്രമല്ല, അതിനോടൊരു പ്ലസ് ഇട്ടിട്ടൊരു ആഗ്രഹമുണ്ട്. അതിന്റെ ഒരു പ്രത്യേകതയാണ് പ്രാർത്ഥിക്കുന്നവന്റെ ഒരു ആഗ്രഹം. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിനൊരു വിലയുണ്ടാകും. ദൈവം നിങ്ങളോട് ചോദിക്കും, നിന്റെ ഏതാഗ്രഹം? ഇപ്പോൾ ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഏതാഗ്രഹത്തിന്റെ മേല ദൈവം ഇടപെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ഒരു പക്ഷെ നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ മക്കൾക്ക് ഒരു നല്ല ജോലിയായിരിക്കും. ഇത് നിങ്ങൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അതിന്റെ തൊട്ട് പുറകിൽ നിങ്ങൾക്ക് നല്ല ഒരു പ്രയറും കൂടെ വരുമ്പോഴാണ് നിങ്ങളുടെ ആഗ്രഹത്തെ ദൈവം ഏറ്റെടുക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി നോക്കിക്കേ, ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കണേ. ഈശോയോട് കൂടി എന്തേറെ ആൾക്കാരുണ്ടായിരുന്നു? കുറെ പേരുണ്ട്. ആരോടും ചോദിച്ചില്ലല്ലോ നിങ്ങൾക്ക് വല്ല ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചോ? ഈശോയോട് കൂടി എത്രയോ ആൾക്കാരുണ്ടായിരുന്നു. ഈശോ അവിടെ നിന്നിട്ട് ഇവിടെ ഇരിക്കുന്ന വേറെ ആർക്കെങ്കിലും എന്തേലും ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചില്ല. ഒറ്റയാളോട് ഈശോ ചോദിച്ചുള്ളൂ, നിന്റെ ആഗ്രഹം എന്നാണെന്ന്. ഈശോ എല്ലാവരോടും ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കുന്ന ആളല്ല. നിങ്ങളുടെ ആഗ്രഹം എന്നാ? നിങ്ങളുടെ ആഗ്രഹം എന്നാ? ബൈബിൾ പരിശോധിച്ച് നോക്കിക്കോ. ഈശോ ഒരേ ഒരാളോടെ ചോദിച്ചുള്ളൂ, പ്രാർത്ഥിക്കുന്ന അവനോട് ചോദിച്ചു, നിന്റെ ആഗ്രഹം എന്നാന്ന്. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ആഗ്രഹത്തെ ദൈവം രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമെന്നല്ലേ ബൈബിൾ പഠിപ്പിക്കുന്നത്? പറഞ്ഞേ ഹല്ലേലൂയ. ഇങ്ങനെ ഒരു പ്രാർത്ഥന ദൈവം കേട്ടു എന്റെ. അപ്പൊ ഞാനിത് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ശരിക്കും കണ്ടതാ. ദൈവം മുഖം നോക്കുന്ന ആളല്ലെന്ന്. ഞാൻ വിചാരിച്ചു ദൈവം നല്ല സാമ്പത്തികമുള്ള ഒരാളുടെ പ്രാർത്ഥന മാത്രമേ കേൾക്കൂന്ന്. ഞാൻ വിചാരിച്ചു ദൈവം നല്ല എഡ്യൂക്കേഷൻ ഉള്ള ഒരാൾക്കാരുടെ പ്രാർത്ഥനയെ ദൈവം കേൾക്കുമെന്ന്. ദൈവത്തിന് മാത്രം മുഖം നോട്ടമില്ല. മനുഷ്യൻ മുഖം നോക്കും, അവൻ ഇങ്ങനത്തോനാ, അവരുടെ വീട് ഇങ്ങനെയാ, ആ ഒരു പണ്ടേ ഇങ്ങനെയാ, തലമുറകളായിട്ട് ഇങ്ങനെയാ. അത് മനുഷ്യന്റെയാ. ദൈവത്തിനോ? ഞാനൊരു പള്ളിയിൽ ഇങ്ങനെ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വയനാട്ടിൽ. അപ്പോൾ ആ വികാരി അച്ഛന് ഭയങ്കര ശ്രദ്ധയാണ്, എല്ലാവരും ധ്യാനത്തിൽ പങ്കെടുക്കുന്നുണ്ടോന്ന്. അപ്പോൾ ഒരു കൈക്കാരൻ വന്നിട്ട് പറയാ, പള്ളിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആള്. അയാളോട് അച്ഛൻ ചോദിക്കും എന്റെ മുമ്പിൽ നിന്ന്, നമ്മുടെ ആ ചേട്ടനും അവരാരും വന്നില്ലല്ലോ. അപ്പോൾ ആ കൈക്കാരൻ പറയുക, അയാള് വന്നില്ലേ വരണ്ടച്ചു, അയാൾ വരാതിരിക്കുക നല്ലതെന്ന്. അടുത്ത വാക്ക്, അയാൾ വരാതിരിക്കട്ടെ അച്ചു. ഇത്രയും 3 വാക്ക് പറഞ്ഞു. അതാരുടെ ചിന്തയാ? ദൈവം എന്നാ പറഞ്ഞേ? ഒരാൾക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ ബാക്കി 99 അവിടെ വിട്ടിട്ട് ആ ഒരെണ്ണത്തെ തപ്പിപ്പോവും. ഈശോ എന്നാ പറഞ്ഞേ? 99 എണ്ണം ഉണ്ടല്ലോ, ആ ഒരെണ്ണം പോവാണെ അങ്ങ് പോട്ടെ. ഇപ്പൊ ഒരെണ്ണം ഇല്ലേ എന്നാ പ്രശ്നം? ഒരു 3000 രൂപയുടെ നഷ്ടമല്ലേ വരുവുള്ളൂ. ഈശോ ഒരെണ്ണം പോയാ പോട്ടെ എന്ന് പറഞ്ഞിട്ടില്ല ഇവിടെ. ഈശോ എന്നെ പറഞ്ഞിട്ടുള്ളൂ, ആ ഒരെണ്ണത്തെ ഓർത്തെന്ന് എഴുതിയിട്ടുണ്ട്.
പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിന് മുഖം നോട്ടമില്ല. പ്രാർത്ഥിക്കുന്നവൻ ആരായാലും അവന്റെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കും. ഇവിടെ ശ്രദ്ധിക്കണം, ഇത് പറയുന്നതിന് മുമ്പ് നമ്മൾ ക്രിസ്ത്യാനികൾ കുറെ കൂടി അളവിൽ പ്രാർത്ഥിക്കണം കേട്ടോ. കാരണം ഇന്ന് ഭയങ്കര പ്രത്യേക ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം എന്നാ, നമുക്കാകെ 2 മക്കളെ ഉള്ളൂ. ആ 2 മക്കളെ ഓർത്ത് മാതാപിതാക്കൾക്ക് പേടിയാ. മാർക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ള പേടിയല്ല, ഇത് രണ്ടും വിശ്വാസത്തിൽ നാളെ നിലനിൽക്കുവോ. ആകെ 2 ഉള്ളൂ, 2നെ കുറിച്ചും പേടിയാ. വേറൊരു കൂട്ടർക്ക് 10 മക്കളാണ്, 10 മക്കളെ കുറിച്ചും പേടിയില്ല, ഉറപ്പാണ് അവിടെ നിൽക്കുന്നത്. നമുക്കാകെ 2 ഉള്ളൂ, അത് 2ഉം നമുക്ക് പേടിയാ. ഇപ്പൊ ഉള്ളിലൊരു ഭയവാ. 2 മക്കളെ ഉണ്ടായിരുന്നിട്ട് പോലും നമ്മൾ, ഈശോ പണ്ടേ പറഞ്ഞായിരുന്നു, നിങ്ങൾ ആരും എന്നെ ഓർത്ത് കരയണ്ട. പിന്നെയോ, നിങ്ങൾ എന്നെ അടിച്ചു, ഇടിച്ചു, തുപ്പി, എന്നെ കുരിശെ കയറ്റി, ഇതൊന്നും നിങ്ങൾ കരയണ്ട, കരയാൻ നിൽക്കണ്ട. പിന്നെയോ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയണം. അതല്ലേ ശരിക്കും ഇത് നടക്കുന്നേ. ഇന്ന് ശരിക്കും മാതാപിതാക്കൾക്ക് മക്കളെ പേടിയാ, ഭയമാ. ബാംഗ്ലൂര് പഠിച്ചുകൊണ്ടിരിക്കുന്ന മകനെ കുറിച്ച് അമ്മ പറയുക, ഒരമ്മ പറയാൻ പാടില്ലാത്തൊരു വാക്ക് പറയട്ടേച്ചാ, മകൻ വല്ല ആക്സിഡന്റ് ആയി മരിച്ചാ മതിയായിരുന്നു. ഒരമ്മ മകൻ മരിച്ചാ മതി എന്ന് പറയണമെങ്കിൽ ഇവന്റെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ ചിന്തിക്കണം. ഞാൻ ചോദിച്ചു, ചേച്ചി നിങ്ങൾ അങ്ങനെ പറയുന്നത് എങ്ങനെയാ? അപ്പം പറയണം, അവൻ വീട്ടിൽ വരുമ്പോ പേടിയാ, ഭയമാ. ലോകത്തിൽ ഒരമ്മയും പറഞ്ഞിട്ടുണ്ടാവില്ല ഇങ്ങനെ. പക്ഷെ ഞാൻ പറയും, അവൻ മരിച്ചാ മതിയായിരുന്നു. നാളെ ഒരു സമയത്ത് ഇവന് കല്യാണം ആലോചിച്ച് ഏതോ ഒരു പാവപ്പെട്ട പെണ്ണിന്റെ കണ്ണുനീരെന്റെ വീട്ടിൽ വീഴാതിരിക്കാൻ ഈ അമ്മ പ്രാർത്ഥിക്കുവാണ്, മരിച്ചാ മതിയെന്ന്. അതാണ് മക്കളെ ഓർത്തുള്ള ലോകം. ഈയിടയ്ക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു 20 വയസ്സോളം പ്രായമുള്ള ഒരു കൊച്ചു മരിച്ചു. മരിച്ചപ്പോ എല്ലാരും പറഞ്ഞു, ഓ മരിച്ചത് നന്നായി കേട്ടോ. ഞാൻ വിചാരിച്ചു, എന്നെ ഇത്ര ചെറുപ്പം ഇവര് ഇതിങ്ങനെ പറയുന്നേ. കഞ്ചാവായിരുന്നച്ചാ, എല്ലാത്തിനെയും കഞ്ചാവ് കൊടുത്ത് ഇവൻ കഞ്ചാവിനെ അടിമയാക്കി മരിച്ചത് നന്നായി എന്ന് പറഞ്ഞു. ആ ചരിത്രം അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. 3 മക്കളുള്ള കുടുംബം, 3 ആൺപിള്ളേര്. മൂത്ത മകന് 17 വയസ്സായപ്പോൾ അവൻ വീട്ടിൽ കിടന്ന് ബഹളമാണ്, ഫോൺ വേണം, ഫോൺ വേണം, ഫോൺ വേണം. അങ്ങനെ ഫോൺ മേടിച്ചു. അപ്പനും അമ്മയും കൂലിപ്പണിക്കാരാണ്. ഫോൺ മേടിച്ചു കൊടുത്തു. തൽക്കാലത്തേക്ക് പ്രശ്നമൊക്കെ സോൾവ് ആയി. കുറച്ചു കഴിഞ്ഞ് +1 കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ബൈക്ക് വേണം അമ്മ, ബൈക്ക് വേണം. അപ്പൊ ഇവനോട് ചോദിച്ചു, എടാ ബൈക്കിനൊക്കെ ഭയങ്കര പൈസയല്ലേ, ഇപ്പൊ ബൈക്ക് ഇപ്പം നിനക്കതിന് 18 വയസ്സാകുന്നേ ഉള്ളൂ, ലൈസൻസ് ഇല്ല, അമ്മ ബൈക്ക് വേണം. ഇവൻ എന്നിട്ട് ഒരു ഓഫറുമായിട്ട് വന്നു, അമ്മ ഇന്ന സ്ഥലത്ത് ഒരു ബൈക്ക് വിൽക്കാനുണ്ട്, 8000 രൂപ കൊടുത്താൽ മതി, ഫോൺ മേടിച്ച പൈസ വേണ്ടു. അപ്പോൾ അപ്പൻ ചോദിച്ചു, എടാ 8000 രൂപയ്ക്ക് ബൈക്ക് വല്ലതും കിട്ടുമോടാ എവിടെയും? അമ്മ കിട്ടും, അമ്മ പൈസ തന്നാൽ ബൈക്ക് ഇവിടെ വരും. ബൈക്കിന്റെ വില 38,000. 8000 രൂപ കൊടുത്താൽ 30,000 ലോണിന് വായ്പ പലിശക്ക് എടുത്തിട്ട് ഇവൻ ബൈക്ക് മേടിച്ചു. വീട്ടിലെ പാവപ്പെട്ട അപ്പനും അമ്മയും ഓർത്തു, 8000 രൂപയ്ക്ക് ബൈക്ക്, അത് കാഴ്ചക്ക് നല്ല വണ്ടി, 8000 രൂപയ്ക്ക് ഇത്രയും നല്ല ബൈക്ക് കിട്ടുമോ? അവര് പാവങ്ങൾ അത് വിശ്വസിച്ചു. ബൈക്ക് കുറച്ചു നാൾ ഓടിച്ചുകൊണ്ടിരുന്ന് ഒരു കൂട്ടുകാരനുമായി ബൈക്ക് ഓടിച്ചുകൊണ്ട് പോവാണ്. ബൈക്ക് തട്ടി ആക്സിഡന്റ് ആയി. ഈ പുറകിലിരുന്ന ആള് മറിഞ്ഞ് മരിച്ചില്ല, നടു പൊട്ടിപ്പോയി. ഇന്നും തളർന്നു കിടക്കുക. ഇവനും ബോധം തെളിഞ്ഞത് പിറ്റേ ദിവസം. ഇവന്റെ തൊണ്ണേന്ന് 3 പാക്കറ്റോളം ഹാൻസ് പോലുള്ള മയക്കുമരുന്നാണ് ഡോക്ടർ എടുത്തത്. അപ്പൊ ഇവന്റെ തൊണ്ണേന്ന്, അതതിന്റെ അർത്ഥം ഇവൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഇവൻ ലഹരിയിലായിരുന്നു എന്നാണ്. കുറച്ചു നാൾ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. വീണ്ടും ഇതുപോലെ ആക്സിഡന്റ് ആയി. ഇവൻ ആശുപത്രി കിടക്കുമ്പോൾ മരിച്ചു പോകുമെന്ന് ഉറപ്പായി. അപ്പോൾ ആ വ്യക്തിയുടെ അണിവിരൽ, ഈ വിരൽ മാത്രമേ അനങ്ങുന്നുള്ളായിരുന്നു, വേറെ ഒരു അവയവവും അനങ്ങത്തില്ല. ഈ കൊച്ചു മരിച്ചു. മരിച്ച സമയത്ത് ബോഡി എടുക്കാൻ വേണ്ടി വന്നത് ആരാന്നറിയോ? സാധാരണ നമ്മുടെ കുടുംബത്തിൽ ഒരാൾ മരിച്ചാൽ നമ്മുടെ കുടുംബത്തിലെ ആൾക്കാരായി ഈ പെട്ടി എടുക്കുന്നത്.
ആ സമയമായപ്പോ കുറച്ച് പിള്ളേർ ഒരുമിച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഈ പെട്ടിയിലോട്ട് കൈവച്ചപ്പം അച്ഛൻ വികാരി അച്ഛൻ ചോദിച്ചു, നിങ്ങൾ എവിടുന്ന് വന്നവരാ പിള്ളേരെ ചോദിച്ചു. നിങ്ങൾ മാറിയിരിക്കാൻ പറഞ്ഞു. ഇവര് വന്നവര് മുഴുവൻ സാത്താൻ സേവക്കാര്, പിശാചിനെ ആരാധിക്കുന്ന ഇവന്റെ സുഹൃത്തുക്കളാണ് പെട്ടിയെടുക്കാൻ വന്നിരിക്കുന്നത്. അപ്പൊ ആൾക്കാർ അന്നേരം ഈ പിള്ളേർ ഇവിടുന്ന് ഈ പിള്ളേരെല്ലാം കൂടെ വന്നതെന്ന് ചിന്തിച്ച്, അപ്പോൾ ഇവരെയൊക്കെ മാറ്റി വിട്ടിട്ട് ഇവന് ശവസംസ്കാരം കഴിഞ്ഞ് 41 കഴിഞ്ഞ് വീട്ടിലായിരിക്കുമ്പോ വീട്ടിൽ ഗുണ്ടകൾ വന്നു. വീട്ടിൽ ഗുണ്ടകൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ പൈസ ഇവൻ പലിശയ്ക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പൈസ തരണമെന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് പേടിപ്പിച്ചു. അപ്പോഴാണ് അപ്പനും അമ്മയും അറിയുന്നത് പൈസ വായ്പ പലിശയ്ക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു, 2 പ്രാവശ്യത്തെ അടവേ ഇവർ അടച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ അപ്പൻ വിചാരിച്ചു, ഇവൻ എങ്ങനെ 2 പ്രാവശ്യത്തെ അടവടച്ചു? അതറിയാൻ വേണ്ടി ഈ അപ്പൻ ഇവൻ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ ചെന്നപ്പോ സാറ് ചോദിച്ചു, നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ഇവിടെ, ഇപ്പോഴെങ്കിലും നിങ്ങൾ സ്കൂളിൽ വന്നല്ലോ. എന്നിട്ട് അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകൻ മരിച്ചത് കൊണ്ട് ഞങ്ങളുടെ സ്കൂളിന് ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞു. മരിച്ച് 41 കഴിഞ്ഞ് അധികം ഈ മരിച്ചതിന്റെ ദുഃഖം മാറാത്ത അപ്പച്ചനോട് പറയുകയാണ്, അപ്പോഴാണ് സാറ് പറയുന്നത്, നിങ്ങൾ എവിടെ പോയി കിടക്കുമായിരുന്നു സഹോദര? നിങ്ങളുടെ മകൻ ഒരു ഫോൺ വെച്ച് അതിനകത്ത് ബ്ലൂ ഫിലിംസ് എടുത്തോണ്ട് വന്നിട്ട് ഈ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്ക് ഇത് പൈസയ്ക്ക് വിറ്റോണ്ടിരിക്കുമായിരുന്നു ഇവന്റെ പണി. നിങ്ങളെ ഞാനൊന്ന് വിളിച്ച് ഈ സ്കൂളിൽ കൊണ്ടുവന്ന് നിർത്തണമെന്നും പലവട്ടം ആഗ്രഹിച്ച് നിങ്ങളെ അന്വേഷിച്ചപ്പോഴും നിങ്ങളെ സ്കൂളിൽ കണ്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ മകൻ മരിച്ചില്ലായിരുന്നെങ്കിൽ ഈ സ്കൂൾ ഇവൻ നശിപ്പിച്ചേനെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് മരിച്ചതിൽ സ്കൂളിന് ഒരുപാട് സന്തോഷമുണ്ട്, കുറെ പിള്ളേർ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന്. എന്നിട്ട് ഈ മനുഷ്യൻ തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, എങ്ങനെയാ പറഞ്ഞതറിയോ? അച്ഛാ, ഒരു 2 കൊന്ത വെഞ്ചരിച്ചതാ. ഞാൻ ഈ കൂലിപ്പണിയായിട്ട് നടക്കുന്ന ആളാ. എന്റെ മക്കൾ 2 എണ്ണം കൂടി ഉണ്ട്, ഇനി ഒരെണ്ണേ പോയിട്ടുള്ളൂ. ഇതും മൂത്തവന്റെ വഴിയെ പോകാതിരിക്കാൻ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്റെ മക്കൾക്ക് പൈസ മാത്രം കൊടുത്താ പോരാ, എന്റെ മക്കൾക്ക് ഫുഡ് മാത്രം കൊടുത്താ പോരാ, കിട്ടേണ്ട അളവിൽ കിട്ടേണ്ട പ്രാർത്ഥന കൂടി കൊടുത്തില്ലെങ്കിൽ ഈ ലോകത്തിൽ വീണ് തകർന്നു പോകൂന്ന് എനിക്കറിയാന്ന്. ഒന്നും കൂടെ പറയാം, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കള് ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആകണം എന്നുള്ള മാത്രം പ്രാർത്ഥന പോരാ, അവർക്ക് കിട്ടേണ്ട അളവിൽ ഒരു പ്രാർത്ഥന കൂടി കൊടുക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. എത്ര പേര് നിങ്ങൾ കൊടുക്കുന്നുണ്ട്? കിട്ടേണ്ട അളവിൽ ഒരു പ്രാർത്ഥന, ഒരു ചടങ്ങിന് പ്രാർത്ഥന ഉണ്ട്, പക്ഷെ കൊടുക്കേണ്ട രീതിയിൽ, കൊടുക്കേണ്ട അളവിൽ നിങ്ങളുടെ തലമുറകളിലേക്ക് പ്രാർത്ഥന എത്തുന്നില്ല. പ്രാർത്ഥിക്കാൻ കുറച്ചുകൂടെ ഉണരണം. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. നിങ്ങൾ മടുത്തോ? ഇടത്തും വലത്തും ഇരിക്കുന്ന ആൾക്കാരുടെ മുഖത്തൊക്കെ നോക്കി സന്തോഷമാണോ? പാകിസ്ഥാൻകാരനെങ്ങാനും വന്നിരിപ്പുണ്ടോ എന്നൊക്കെ നിങ്ങൾ ഇടയ്ക്ക് നോക്കണം. അഫ്ഗാനിസ്ഥാൻകാർ വരാൻ സാധ്യതയുണ്ട്, ഉസ്ബെക്കിസ്ഥാൻകാർ വരാൻ സാധ്യതയുണ്ട്, പിന്നെ പാകിസ്ഥാൻകാർ വരാൻ സാധ്യതയുണ്ട്, ചാവേർ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണേ, നേരെ ഇങ്ങനെ നോക്കി ആ സ്ക്രീനിലേക്ക് മാത്രം നോക്കിയിരിക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾ നന്നായിട്ട് സന്തോഷമുള്ളവരാണ്. പകുതി നമ്മൾ സന്തോഷിച്ചാൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ തീരും കേട്ടോ. ഒരു ഭർത്താവ് പറഞ്ഞു, എന്റെ ഭാര്യയെ ചിരിപ്പിക്കാനാ ഏറ്റവും വോഡോഫോൺ കോമഡി കണ്ടാൽ വരെ അവള് ചിരിക്കത്തില്ല എന്ന് പറഞ്ഞു. ചിരിച്ചാൽ തന്നെ ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. ശരി, നമ്മൾ നന്നായിട്ട് ചിരിച്ചാൽ, ഈ ചിരിക്കാനുള്ള ഒരു മെഷീൻ ആർക്ക് മാത്രമേ ഉള്ളൂ? പട്ടിക്കുണ്ടോ? പൂച്ചയ്ക്കുണ്ടോ? പശുവിനുണ്ടോ? ആടിനുണ്ടോ? ഒന്നിനുമില്ല. എന്ത് ചിരിക്കാൻ പറ്റിയ ഒരു എഞ്ചിൻ ഇവിടെ വച്ചിട്ടില്ല. നമുക്ക് ആ എഞ്ചിൻ ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ചിരിക്കാൻ പറ്റുന്നത്. എത്ര തരത്തിലുള്ള ചിരിയുണ്ട്? ആ പലതരത്തിലുള്ള ചിരിയുണ്ട്. കൊലച്ചിരി, ഇവിടെ കൊള്ളുന്ന ചിരി, ഒറ്റ ചിരിക്ക് ഒരാളുടെ അടപ്പ് വരെ തെറിക്കുന്ന ചിരി, പിന്നെ ഇവിടെ പറയാൻ കൊള്ളാത്തൊരു ചിരി, കുറെ ചിരിയുണ്ട്. പക്ഷെ ഒരു ചിരിയെ ചിരിക്കാവുള്ളൂ. ഏത്? ഒരാൾക്ക് സന്തോഷം കിട്ടത്തക്ക വിധത്തിലുള്ള ചിരിയെ ചിരിക്കാവുള്ളൂ. ചില ആൾക്കാർ പറയില്ലേ, 3-4-5 വർഷം മുമ്പ് എന്നെ നോക്കി ആ പുള്ളി ചിരിച്ച ഒരു ചിരി എനിക്ക് ഇപ്പോഴും അങ്ങ് മറക്കാൻ പറ്റുന്നില്ല. അതെന്റെ ചങ്കിക്കൂടെ കേറിയിട്ട് ഇതിലേ കയറി ഇതിലേ അങ്ങ് പോയി. അയ്യോ, അങ്ങനത്തെ ചില ചിരിയുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നല്ല ചിരി ചിരിച്ചാൽ നമ്മുടെ ജീവിതം രക്ഷപ്പെട്ട് കേട്ടോ. ഞാൻ ഓർക്ക, ഒരു ചേട്ടനോട് പറഞ്ഞു, അച്ഛാ ഞാൻ മരിക്കാൻ തീരുമാനിച്ചതാണ്. അപ്പൊ ഞങ്ങളുടെ ഒരു ടൗണിൽ അവിടെ വൈകുന്നേരം 5 മണിയാകുമ്പോൾ ഒരു തട്ടുകട വരും. തട്ടുകട അവിടെ ഉണ്ടാക്കുന്ന ഒരു ഇഷ്ടമുള്ളൊരു പലഹാരമാണ് ബോണ്ട. അതിനകത്ത് കിഴങ്ങാണ്. കിഴങ്ങ് പുഴുങ്ങി കറി പോലെ വെച്ചിങ്ങനെ
ഇവിടെ ഉണ്ടോ അത്? ഇവിടെ ഉള്ളേക്കാളും ടേസ്റ്റ് ഉണ്ട്, അവിടെ എപ്പോഴേലും വരുവാണെങ്കിൽ മേടിച്ചു തരാം ആ ബോണ്ട. അപ്പൊ അവിടെ നിൽക്കുമ്പോ ഈ പുള്ളി വളക്കടയിൽ ചെന്നിട്ട് വിഷം മേടിച്ച് മരിക്കാൻ തീരുമാനിച്ച് വിഷക്കുപ്പി മടിയിലുണ്ട്, വിഷം. അപ്പൊ പുള്ളി ഇങ്ങനെ അവിടെ നിന്നപ്പോ എന്തായാലും മരിക്കാൻ പോവല്ലേ, ഒരു ചായയും ഒരു ബോണ്ടയും കഴിച്ചിട്ട് മരിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അയാൾ ഒരു ചായക്കട ചായ ഓർഡർ ചെയ്തു, ഒരു ലൈറ്റ് ചായ വരാൻ പറഞ്ഞു. ബോണ്ട മേടിച്ചപ്പം എന്നിട്ട് അയാൾ വിചാരിച്ചു ആകെ വിഷമത്തിലിരിക്കുക. അപ്പൊ അയാളുടെ മുറ്റത്ത് ഇരിക്കാനുള്ള സൗകര്യമൊന്നും ഇല്ല, 2-3 ബെഞ്ച് ഇങ്ങനെ കസേരയൊക്കെ ഉള്ളൂ. അപ്പൊ അവിടെ നിന്നോണ്ട് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുക ഒറ്റയ്ക്ക്. അപ്പൊ ഉണ്ട് എവിടുന്നോ വന്നൊരു കില്ലപ്പട്ടി ഫ്രണ്ടിൽ വന്ന് അവിടെ ഇരുന്ന് അയാളെ നോക്കിയിരിക്കുക. ഈ പട്ടിയെ കാണാതിരിക്കാൻ വേണ്ടി ഇയാൾ ഈ പട്ടി കൊതി കിട്ടാതിരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് തിരിഞ്ഞു. അപ്പോൾ ഉണ്ട് ആ പട്ടി അതിലേ പോയി അവിടെ വന്നിട്ട് ഇങ്ങോട്ട് നോക്കും. ഈ പട്ടിയെ കൂടെ ഭയങ്കര ശല്യമായല്ലോ, ഇത് എതിലേ പോയാലും ഈ പട്ടി. കുറച്ച് കഴിഞ്ഞപ്പോ ഈ പട്ടി അവിടെ ഇരുന്നോണ്ട് ഈ മരിക്കാൻ പോകുന്ന ആളെ നോക്കിയിട്ട് ഒരു ചിരി. പട്ടി ചിരിക്കുവോ? ആ പട്ടി ചിരിക്കും, കാണിച്ചു തരാം. കില്ലപ്പട്ടിയാണ്, ഒരു ഇംഗ്ലീഷ് മീഡിയത്തിലും പഠിച്ചിട്ടില്ല ആ പട്ടി. പക്ഷെ പട്ടി ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ആ സ്നേഹം വരുമ്പോ 2 ചെവിയും പരമാവധി നിവർത്തി വെക്കുമ്പോൾ മനുഷ്യര് ചിരിക്കുന്നേക്കാൾ വൃത്തിയായിരിക്കും, നമ്മുടെ മനസ്സങ്ങ് നിറയും. ഈ മനുഷ്യൻ പറയുവാണ്, ഈ പട്ടി കുറെ നേരം എന്നെ നോക്കി നിന്ന സമയത്ത് ഈ പട്ടിക്ക് എന്തേലും ഈ ബോണ്ടയുടെ ശകലം ഇങ്ങനെ ഞുള്ളി എടുത്തിട്ട് എന്നാ പട്ടി എന്ന് പറയും ഒറ്റ കൊടുത്തു. ഈ പട്ടികളൊക്കെ എന്നാ തിന്നണമെങ്കിൽ ഒന്ന് മണത്ത് നോക്കിയിട്ട് തിന്നുള്ളൂ. ചാടി ഒന്ന് മണത്ത് നോക്കിയിട്ട് തിന്നുന്നതിന് മുമ്പ് ഇയാളെ നോക്കിയിട്ട് ഒരു നല്ല ചിരി. അയാൾ പറയാണ്, എന്റെ മനസ്സിൽ നിന്ന് ആ പട്ടി അങ്ങനെ നോക്കിയപ്പോ തന്നെ എന്റെ ആ മരിക്കണം എന്നുള്ള ചിന്തയും ആ വിഷമമൊക്കെ അങ്ങ് മാഞ്ഞുപോയി. ആര് നോക്കിയപ്പം? ഒരു പട്ടി, കില്ലപ്പട്ടി സ്നേഹത്തോടെ ഒന്ന് നോക്കിയപ്പോ തന്നെ എല്ലാ വിഷമവും പോയി. നമ്മൾ ചിലപ്പോ നല്ലതുപോലെ നമ്മൾ വേറൊരാളെ നോക്കുമ്പോ തന്നെ നമ്മുടെ വിഷമങ്ങളൊക്കെ അങ്ങ് പോകും. പറഞ്ഞേ ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ച് ഞാനൊരു കാര്യം പറയാം. എന്റെ പ്രാർത്ഥന കേട്ട് ദൈവം നിന്നൊരു കാര്യം പറയാം. ദൈവം പ്രാർത്ഥന കേട്ട് നിൽക്കും. ഞാൻ എൻ്റെ വീട് കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ല എന്താണ്? അതാണ് ഇവിടെ അടയാളം വെട്ടിന്റെ പാട് കണ്ടോ? ആ കണ്ണൂർ ജില്ലയുടെ അടയാളമാണ് വെട്ടിന്റെ പാട്, ആ മുറിഞ്ഞ പല്ല്. അതെങ്ങനെയാ വന്നത്? ഞാൻ നീന്താൻ വേണ്ടി ചാടിയതാണ്, കാൽക്കുലേഷൻ തെറ്റിപ്പോയി. ആരോഗ്യം കൂടുതൽ കൊടുത്തു. ഞാൻ വിചാരിച്ചത് ഈ വെള്ളത്തിന് ഇച്ചിരി ആഴമുണ്ടെന്നാ വിചാരിച്ച് ചാടിയപ്പം ആരോഗ്യം കൂടിപ്പോയി, ബ്രേക്ക് കിട്ടിയില്ല, നേരെ പോയി അടിച്ചു. അതാണ് ഈ പാട്. ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ ഞാൻ 6 വർഷം മുമ്പാ വൈദികനാവുന്നത്. 6 വർഷം മുമ്പ് വൈദികനാവുമ്പോൾ എന്റെ പ്രാർത്ഥന കേട്ട് ദൈവവചനം പറയാൻ വേണ്ടി ഞാൻ ഈ അവസ്ഥയിൽ എത്താനുള്ള കാരണം പറയാം. ഞാൻ പഠിച്ചിട്ടല്ല എന്ന് പറഞ്ഞാൽ വലിയ പഠിച്ച ഒരു അറിവല്ല നിങ്ങളോട് പറഞ്ഞേ, എക്സ്പീരിയൻസാ പറഞ്ഞേ. അതാണ് ധ്യാനം കൂടുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇൻഫർമേഷൻ അല്ല, ഇൻസ്പിറേഷൻ ആയിരിക്കും. 2 വാക്കിന്റെയും വ്യത്യാസം അറിയാമോ? ധ്യാനം കൂടുമ്പോൾ നമുക്ക് പുസ്തകത്തിൽ നിന്ന് കിട്ടുന്നത് ഇൻഫർമേഷൻ ആണ്, ദൈവവചനത്തിലൂടെ നമുക്ക് കിട്ടുന്നത് ഇൻസ്പിറേഷൻ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രചോദനം. പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കവിടെ ഇൻഫർമേഷൻ അധികം കിട്ടത്തില്ല. ഒരു പുസ്തകം വായിച്ചാൽ കുറെ ഇൻഫർമേഷൻ പോയിന്റ് കിട്ടും. ദൈവവചനത്തിലൂടെ നമുക്ക് ഇൻഫർമേഷൻ അല്ല, ഇൻസ്പിറേഷൻ കിട്ടും. ഇൻസ്പിറേഷൻ. ഹല്ലേലൂയ. ഇനി പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? എല്ലാ പ്രാർത്ഥനയും ദൈവം കേൾക്കുകയല്ല, എല്ലാ പ്രാർത്ഥനയും ദൈവം കേൾക്കില്ല. ആദ്യം ദൈവം കേൾക്കുന്ന പ്രാർത്ഥന ഏതാണെന്നും കൂടി അറിയണം. അതെങ്ങനെ അറിയും? അതറിയാൻ ഒരു വഴിയുണ്ട്. എന്റെ വീട്ടിൽ 4 പേരുണ്ട്. ഞാനൊരു വിഷയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ എന്റെ വീട്ടിലെ 3 പേരും പറയുവാണ്, അത് ശരിയാവില്ല, ഞങ്ങൾ അതിന് സപ്പോർട്ട് ചെയ്യില്ല, ഞങ്ങൾക്കത് താല്പര്യമില്ല. എത്ര പേര് പറഞ്ഞു? വീട്ടിലെ 3 പേരും പറഞ്ഞു. ഞാൻ മാത്രം ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്റെ വീട്ടുകാർ അതിനെതിരാണ്. അത് ദൈവഹിതമല്ല. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പ്രാർത്ഥിക്കുവാണ്. ഒരാൾ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് ഇന്നയാളെ കല്യാണം കഴിക്കാൻ ഇടവരുത്തണമേ. എന്താ കുഴപ്പം? ആ ബന്ധം ആ വീട്ടുകാർ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്ന ബന്ധമല്ല. ആ വീട്ടുകാർ നഖശികാന്തം എതിർത്ത കാര്യമാണ് വീട്ടുകാര്. എന്നാൽ ആ വീട്ടിലെ ഒരാൾ പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥനയല്ലേ അത്? അത് പ്രാർത്ഥനയായിരിക്കാം, പക്ഷെ അത് ദൈവം കേൾക്കുന്ന, ദൈവം അംഗീകരിക്കുന്ന പ്രാർത്ഥനയല്ല അത്. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ഇത്രയും പേര് പ്രാർത്ഥിച്ചൊരു വിഷയം, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. പഴയ നിയമത്തിലൊരു വചനം ഇങ്ങനെയാണ്, ഇസ്രായേൽ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. നമ്മുടെ കഷ്ടപ്പാട് കാണുന്ന ദൈവം,
ഇസ്രായേൽ ജനത്തെക്കുറിച്ച് അവരുടെ രോദനം ഞാൻ കേട്ടു. കേൾക്കുന്ന ദൈവം, അവരുടെ അവസ്ഥ ഞാൻ അറിയുന്നു, അവസ്ഥ അറിയുന്ന ദൈവം. 3 കാര്യം: കാണുന്ന, കേൾക്കുന്ന, അറിയുന്ന ദൈവം. ഹല്ലേലൂയ. നമ്മളെ ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആരായിരിക്കും? ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ആർക്കും നിങ്ങളെ എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷെ ഒത്തിരി പേർക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സങ്കടമൊന്നും നന്നായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട, നമ്മൾ ഇത്രയും സമയം കേട്ടൊരു വിഷയം കേട്ട്, എന്നെ നന്നായിട്ട് അറിയുന്ന, എന്റെ പ്രാർത്ഥന കേൾക്കുന്ന നല്ല ദൈവം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ.